കർത്താവിന്റെ ധന്യനാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും പ്രഭാത വന്ദനത്തെ പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവമായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. ഞങ്ങള് ഇന്ന് എടുക്കുവാൻ പോകുന്ന സാക്ഷ്യത്തിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് എടുക്കുവാനും അത് ഷെയർ ചെയ്യുവാനും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. റിജോയ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുവാൻ ദൈവം ഒരു അവസരം തന്നു. ഈ അവസരത്തിൽ കർത്താവ് വിലയേറിദാസനെ ഞങ്ങൾ ജോയ്സ് ടീമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യേശുവോട് ദേവാസനെ സമാധാനമായിരിക്കുന്നല്ലോ. ഓക്കെ, കർത്താദാസന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് ഒരു വാക്ക് ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. സ്വർഗ്ഗപിതാവേ, ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ട ദാസനിലൂടെ ഇന്ന് പകലിലും ഞങ്ങൾ ശ്രദ്ധിക്കുവാൻ പോകുന്ന അങ്ങയുടെ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. ഈ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തെ ചോദിക്കുന്നു, ദയതോന്നി കേൾക്കുമാറാകണമേ. ഓക്കെ പാസ്റ്റേ, തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസന്റേതാണ്. ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടെ എന്നെ ഈ ചാനലിലേക്ക് ക്ഷണിച്ചതിന് ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശേഷാൽ ജോയ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ പ്രിയ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, പ്രിയ ആന്റി, എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. കാരണം ഒരു പ്രാവശ്യം എനിക്ക് നല്ലൊരു അവസരം നിങ്ങൾ നൽകി. പ്രേക്ഷകരും വളരെ സന്തോഷത്തോടെ, ഞാൻ ഒത്തിരി കമന്റുകളൊക്കെ വായിക്കുമായിരുന്നു. വളരെ സന്തോഷമായിട്ടുള്ള കമന്റുകളൊക്കെ കേട്ടു. വീണ്ടും ഒരിക്കൽ കൂടെ കൊണ്ടുവരണമെന്ന് പലരും പറയുന്നതൊക്കെ ഞാൻ അതിൽ കേൾക്കുവാനായിട്ടിടയായി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയത് നമ്മുടെ സാക്ഷ്യം പലരെയും ദൈവം പലരിലേക്കും അതൊരു വലിയൊരു ചലഞ്ചായിട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ ദൈവം പലർക്കും അതൊരു വലിയൊരു അത്ഭുതത്തിന് കാരണമാക്കി തീർക്കുന്നു എന്ന് കേട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒറ്റ ലക്ഷ്യവും ഒറ്റ ആഗ്രഹവും മാത്രമേ ഉള്ളൂ, എങ്ങനെയും ദൈവനാമം മഹത്വപ്പെടുക. അത് മാത്രമല്ല, പ്രേക്ഷകർ അനുഗ്രഹം പ്രാപിക്കുക. അവരുടെ ജീവിതങ്ങളിൽ ഞാൻ എപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ എന്റെ സാക്ഷ്യത്തിലൂടെ ഒരാളിനെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടായാൽ, ഒരു അത്ഭുതം അവരിലുണ്ടായാൽ, ഒരു വിശ്വാസത്തിന്റെ വാക്ക് അവരിലുണ്ടായാൽ അതിനപ്പുറം മറ്റൊന്നും നമുക്ക് കേൾക്കാനില്ല. അപ്പൊ അതുകൊണ്ട് രണ്ടാം പ്രാവശ്യം ക്ഷണിച്ചപ്പോഴും ഞാൻ വീണ്ടും മടങ്ങി വന്നത് ഈ മാസം ഞങ്ങൾക്ക് ഒത്തിരി ബിസിയുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ചും 1-ാം തീയതി മുതൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന, അതും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഐലൻഡുകളുടെ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ലാസ്റ്റ് 8-ാം തീയതി ഞങ്ങൾ ഒരു ഐലൻഡിൽ പോയി. അതായത് ഇവിടെ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ഞങ്ങൾക്ക് വണ്ടിയിൽ, അതായത് നമ്മുടെ സാധാ വാഹനത്തിൽ യാത്ര ചെയ്യണം. അവിടുത്തെ ഏകദേശം 2-2.5 മണിക്കൂർ നമുക്ക് വള്ളത്തിൽ, ചെറിയ മീൻ വള്ളത്തിൽ യാത്ര ചെയ്യണം, അതും ഓപ്പൺ സീയിലൂടെ. അപ്പൊ അത് ഒത്തിരി പാടുള്ള യാത്രയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങള് ഒരു ടീമായിട്ടാണ് പോയത്. ഞങ്ങളൊരു 10-19 പേരടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെന്ന്. അപ്പൊ കടൽക്കരയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് വനത്തിനുള്ളിൽ കയറി പോകണം. അങ്ങനെ ഞങ്ങൾ വനത്തിന് ഉള്ളിൽ പോയി അവിടെ തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് അവിടുത്തെ നാട്ടുകാരെല്ലാം, ഞങ്ങൾക്ക് ഒരു 7-8 മണിയായപ്പോ ആൾക്കാരെല്ലാം കൂടി രാത്രി എല്ലാവരും കൂടിയിട്ട് അവിടെ ഒരു വയസ്സായ ഒരു അമ്മച്ചിയുണ്ട്. അവരുടെ വീട്ടിൽ നമുക്ക് ഉറങ്ങാനൊക്കെ, വീടെന്ന് പറഞ്ഞാൽ ചെറിയ കുടില, അപ്പൊ അവിടെ നമുക്കൊരു എല്ലാവർക്കും കൂടെ തങ്ങാനൊക്കത്തില്ല. അപ്പൊ ഞങ്ങൾ ചിന്തിച്ച് ശരി എന്നാല് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ ഉള്ള ചിന്തയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുപോകായിരുന്നു. അങ്ങനെ പോയി അവിടെ ഈ വനത്തിനകത്തിരുന്ന് തന്നെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒത്തിരി ആൾക്കാരൊക്കെ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. അതൊക്കെ കണ്ട് ഒത്തിരി സന്തോഷത്തോടുകൂടെ നമ്മള് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി. കാരണം ഒത്തിരി വല്ലാത്ത യാത്രയായിരുന്നു. കടൽ യാത്ര എന്ന് പറയുന്നത് ഈ കടൽക്കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ക്ഷീണവും കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അന്ന് രാത്രിയത്തെ യാത്ര കഴിഞ്ഞു. അപ്പോൾ രാത്രി ഞങ്ങൾ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞു. വളരെ സന്തോഷത്തോടെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. അപ്പൊ കിടന്നുറങ്ങിയപ്പോൾ കാട്ടിനകത്ത് ഇങ്ങനെ ടാർപ്പാളിൻ വിരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കിടക്കുക. അപ്പൊ കിടന്നുറങ്ങി ഇങ്ങനെ ഒരു വല്ലാത്ത പരുവത്തേക്ക് ഒരു കുഞ്ഞ് പെട്ടെന്ന് നിലവിളിച്ചോണ്ട് ഇങ്ങനെ ചാടി എണീറ്റ് അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ പെട്ടെന്ന്. അപ്പൊ ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു. എല്ലാവരും ഓടി വന്നപ്പോ കാണാൻ ഒരു വലിയ പാമ്പ് ഈ ആൾക്കാർ കിടക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാ. അപ്പോ പിന്നെ അതിനെ തല്ലിക്കൊന്ന്, അങ്ങനെ ഒരു രസമായിരുന്നു. എന്തായാലും ദൈവം കൃപയാൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല. സന്തോഷകരമായിട്ട്
പ്രവർത്തനങ്ങളൊക്കെ അവിടെ അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് മടങ്ങി വരാൻ ദൈവം സഹായിച്ചു. വീണ്ടും അതുപോലത്തെ ഇനി കുറച്ച് സ്ഥലങ്ങളിലൂടെ വരും ദിവസങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. നാളെ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് വീണ്ടും പുറപ്പെടുക. അപ്പൊ ഇന്ന് അതിന്റെ കുറച്ച് അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും ഒരു 2.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ട വേറൊരു ഐലൻഡോട്ട് അവിടെ പോവാം. അപ്പൊ അവിടെയും അത് ഒരു പ്രത്യേക സമൂഹം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. കരയൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമൂഹം. ഞാൻ ഇതെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആദ്യമേ അങ്ങ് പറയുക, കേൾക്കുന്നവരപ്പോ ആദ്യമേ പ്രാർത്ഥിക്കുമല്ലോ. അപ്പോ കരയൻസ് എന്ന് പറയുന്ന ഒരു സമൂഹം താമസിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. അപ്പൊ അവിടെയും ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രവർത്തനം ഞങ്ങൾ ഇങ്ങനെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വേണം. അവരുടെ അടുത്ത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാര്യം അവരുടേതായ ഒരു കമ്മ്യൂണിറ്റിയാണ് അത്. അവരെല്ലാം ക്രിസ്ത്യൻസ് എന്നാണ് പറയപ്പെടുന്നത്, പക്ഷെ അവർക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്നുള്ള അത്ര വലിയ ഗ്രാഹ്യമുള്ള ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇടയിൽ തന്നെ നമ്മളൊരു ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ നാളെ പോകും. അപ്പൊ പ്രേക്ഷകർ എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരു ചെറിയ ടീമായിട്ട് തന്നെയാണ് അവിടെയും ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഈ ആഴ്ചകള് അവിടുന്ന് തിരിച്ചു വന്നാൽ എല്ലാ ദിവസവും അത് മടങ്ങി വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് വീണ്ടും പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾക്ക് പല ഐലൻഡുകളിലും പല ഗ്രാമങ്ങളിലൊക്കെ പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ ദയവായി ഓർത്ത് പ്രാർത്ഥിക്കുക. മാസം എന്ന് പറഞ്ഞാൽ ഒത്തിരി ബിസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രാവശ്യവും ഉണ്ട്. എന്നാലും ഡിസംബർ മാസങ്ങളിൽ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അപ്പൊ ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒരു സ്ഥലത്ത് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ വണ്ണം ദൈവം സൂക്ഷിക്കുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ബാക്കി വിഷയങ്ങൾ ഞാൻ പുറകാലെ പറഞ്ഞു വരാം. അപ്പോൾ സാക്ഷ്യത്തിലേക്ക് 1-2 വിഷയങ്ങൾ കൂടെ ചേർത്ത് ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ റിജോയ്. ആൻഡമാനിലെ ഡിഗ്ലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും, അതായത് നമ്മൾ ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന സ്ഥലത്തു നിന്നും 310 കിലോമീറ്റർ ദൂരം 12 മണിക്കൂർ യാത്ര. അപ്പൊ എല്ലാവരും ചിന്തിക്കും 310 കിലോമീറ്റർ ദൂരത്തിന് എന്തിനാ 12 മണിക്കൂർ യാത്ര? അതിവിടെ വന്നാലേ അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 310 കിലോമീറ്റർ നമുക്ക് ബോട്ടിലായാലും ബൈ റോഡായാലും നമുക്ക് യാത്ര ചെയ്ത് വരുന്നതിന് 12 മണിക്കൂർ സമയം നമുക്ക് എടുക്കും. അതാണ് ഇവിടുത്തെ ആൻഡമാൻ്റെ ഒരു സ്ഥിതി. അപ്പൊ അങ്ങനെ ഇതിന്റെ ഇടയിൽ കൺവേ സിസ്റ്റങ്ങളുണ്ട്, ഇതിന്റെ ഇടയിൽ ട്രൈബൽസ് ഏരിയകളുണ്ട്. അപ്പൊ അവിടെ എല്ലാം നമുക്ക് നിന്ന് അതിൻ്റെതായ സമയാനുസൃതം മാത്രമേ വരാനൊക്കത്തുള്ളൂ. പിന്നെ ജങ്കാർ സിസ്റ്റം ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ആ രീതിയിലൊക്കെ നമുക്ക് വരാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പൊ അത്രയും ദൂരെയാണ് ഞാൻ താമസിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്ലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും മേളിൽ കാണും. അപ്പോ ഏറ്റവും മേളിൽ ഫസ്റ്റിൽ ഇങ്ങനെ കാണുന്ന സ്ഥലമാണ് ഡിഗ്ലിപ്പൂർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ മേളിലോട്ട് വേറെ ഐലൻഡുകളൊന്നും ഇല്ല. ഇത് നമ്മുടെ ഇവിടുത്തെ ലാസ്റ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ബർമയും അടുത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് അടുത്തുള്ളത്. അപ്പൊ അതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഭൂപ്രകൃതി. അപ്പൊ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് 1-2 വിഷയങ്ങളിലേക്ക് വന്നു. എൻ്റെ ആദ്യകാലം 1-2 സംഭവങ്ങൾ ഞാൻ ചിലപ്പോൾ അന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടില്ല. എനിക്ക് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തിരി കഷ്ടത പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നമ്മുടെ ദൈവം ഇത് ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ ഈ സുശേഷയിലേക്ക് ഇറങ്ങിയത്. കഷ്ടത നമ്മുടെ ഒരു അവകാശവും കൂടെയാണ്. ചിന്തിക്കുന്നത് കഷ്ടത നമ്മുടെ ഒരു അവകാശമാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. അത് ഉറപ്പായിട്ട് എല്ലാ ശുശ്രൂഷ, അത് എൻ്റെ മാത്രമല്ല എല്ലാ ശുശ്രൂഷകരുടെയും ജീവിതത്തില് ആദ്യകാലങ്ങളിൽ ഉറപ്പായിട്ടും എല്ലാവരും ഇന്നും കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് ദൈവദാസന്മാരുണ്ട് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എനിക്ക് വീണ്ടും പറയാനുള്ള ഒരു ആഗ്രഹം, ഇത് നമ്മുടെ അവകാശമാണ്. ഇന്ന് നമ്മൾ ഓരോ കഷ്ടത അനുഭവിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പ്രതിഫലം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അതിൽ 1-2 വിഷയങ്ങളെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് ചിലർക്കെങ്കിലും അത് പ്രയോജനപ്പെടുമെന്നുള്ള രീതിയിൽ. കാര്യം ദൈവം നമുക്ക് വേണ്ടി കാക്ക അയക്കുമെന്ന് പറയുന്നത് അത് വെറുതെ, ഞാൻ ബൈബിളിലെ ഓരോ വാക്യങ്ങളെ അതേപടി വിശ്വസിക്കുക, അതുപടി നടക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഒരാളിന് വേണ്ടി, അപ്പൊ ഏലിയാവിന് വേണ്ടി കാക്ക അയച്ചു, ഓക്കെ, ഏലിയാവിന് വേണ്ടി കാക്ക അയച്ചു നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും 100% അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ദൈവമെന്ന് 100% ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അതത് സമയങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മളാണ് ഈ ടെൻഷൻ ഒത്തിരി നമ്മളിലേക്ക് കടന്നു വരുന്നത്. കാര്യം ഇങ്ങനെ ടെൻഷൻ വന്നിട്ട് ഇന്ന് അത് നടന്നില്ലല്ലോ, അപ്പൊ ആ സമയമാകുന്നതിന് മുമ്പ് പക്ഷെ ദൈവം കൃത്യസമയത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്ന് പലപ്പോഴും മനസ്സിലാക്കുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വിഷയം, ഞാൻ ഇവിടെ ഈ ആൻഡമാൻസിലേക്ക് ഇങ്ങനെ ഫസ്റ്റിൽ വരുന്ന സമയത്ത്, ഞാൻ ഇവിടെ വരുമ്പോൾ ഭയങ്കര പ്രതീക്ഷയായിട്ടാണ് വരുന്നത്.
ആ കാര്യം ഞാൻ കൊണ്ടുവന്നവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രതീക്ഷകൾ തന്നാണ് എന്നെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ ആ പ്രതീക്ഷകളൊന്നും നമുക്ക് ചിന്തിച്ചതുപോലെയുള്ള പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഭവനമോ അങ്ങനെ ഒരു കാര്യങ്ങളോ എനിക്കില്ല. ഒരു ചെറിയൊരു വീട്, ഒറ്റ റൂമിന്റെ ഒരു ഇതൊക്കെ ആയിരുന്നു ഇവിടെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അവിടെ ഞങ്ങൾ ചെറിയ രീതിയിൽ താമസിച്ചു വന്നു. സ്കൂൾ ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സ്കൂൾ വിട്ടിറങ്ങി ഏകദേശം 3 വർഷം കഴിയുമ്പോൾ ഞാൻ സ്കൂൾ വിട്ടിറങ്ങുന്നു. ശുശ്രൂഷ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ശുശ്രൂഷ മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റ് ശമ്പളങ്ങളും കാര്യങ്ങളൊന്നുമില്ല, യാതൊരു സാലറിയും ഇല്ല. അന്ന് എ ജിയിൽ പഠിച്ചു എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് മറ്റ് സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ വേറെ ആരുമായിട്ട് അത്ര പരിചയമില്ല. കാര്യം ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ബൈബിൾ കോളേജിലേക്ക് പോവുകയും പിന്നെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി. അപ്പൊ അധികം ആൾക്കാരായിട്ട് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് തന്നെ പെട്ടെന്ന് AG എന്നുള്ള ഒരു പേരിൽ തന്നെ അങ്ങ് തുടരാനായിട്ട് ആരംഭിച്ചു. അപ്പൊ യാജിക്കാർക്ക് പോലും അന്ന് അറിയത്തില്ല ഞാൻ യാജിയുടെ പേര് ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത്. വെറുതെ ഒരു ബോർഡ് വെച്ചു, വെറുതെ AG എന്നുള്ള ഒരു പേരൊക്കെ വെച്ച് അങ്ങ് വലിയ കാര്യത്തിൽ അങ്ങ് നിൽക്കുക. അപ്പൊ അവർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അന്നത്തെ കാലത്ത് നമുക്ക് വാടക കൊടുക്കണം. അപ്പം ഞാൻ അവിടെ നിന്ന് മാറി ഉടനെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുഞ്ഞു കുടിലുകൾക്ക് പോലും വലിയ വാടക ഈടാക്കുന്നത്. കാര്യം ഗവൺമെന്റ് ജോലിക്കാർ ഒരിക്കലും വന്ന് ഇവിടെ ഉള്ള സ്ഥലങ്ങളിലൊന്നും വന്ന് അവർ വീട് വാങ്ങത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു ഭവനം മതി, 1-2 വർഷം താമസിക്കണം, അവർക്ക് മടങ്ങിപ്പോണം. ചിലപ്പോൾ അവർ ബാച്ചിലർ ആയിരിക്കും, അവരോടെങ്കിലും താമസിച്ചിട്ട് അവർ മടങ്ങിപ്പോ. അപ്പൊ ചെറിയ ചെറിയ വീടുകൾക്ക് പോലും വലിയ വാടക ഈടാക്കുക എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒറ്റ ബെഡ്റൂം, അങ്ങനെയുള്ള ഒരു കൊച്ചു റൂം. ആ വീട്ടിലകത്ത് ഞങ്ങൾക്ക് 3500 അന്നവര് ഭാഗ്യത്തിന് വാടകയ്ക്ക് തന്നതാണ്. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 3500 രൂപയ്ക്ക്. അപ്പൊ ഈ 3500 രൂപ കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സമയം. പക്ഷെ എന്നാലും ദൈവം അതത് സമയത്ത്, അതായത് എല്ലാ മാസവും കൃത്യമായിട്ട് ദൈവം എന്ത് ചെയ്യും, ആ സമയമാകുമ്പോൾ വാടക എങ്ങനെയും കൊടുക്കാനുള്ള ഒരു വഴി ദൈവം തുറന്നു. അപ്പൊ ഞാൻ അന്ന് ചിന്തിച്ചു, ശരി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഇറങ്ങി. ഒരു ഒമിനി ഓടിച്ചു തുടങ്ങി. അതുപോലെ തന്നെ മറ്റൊരു സ്റ്റുഡിയോയില് അവരുടെ വാഹനങ്ങൾ ഓടിച്ചു തുടങ്ങി. അങ്ങനെ വാഹനം ഓടിക്കുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ടുപോകുന്നു, കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ ചർച്ച് ഒരു സൈഡിൽ വളരുന്നുണ്ട്, ചർച്ചിൽ ദൈവ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, ദൈവം ഞാൻ ഒത്തിരി അത്ഭുതങ്ങളാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു. ദൈവം ചെയ്ത ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ പോകുന്നത്. അപ്പോ ഈ കുറച്ച് ദിവസങ്ങൾ ഞാനിങ്ങനെ ജോലി ചെയ്യാനായിട്ട് ആരംഭിച്ചപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് കിട്ടുന്ന പൈസ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഞാൻ വാടക കൊടുക്കും. അപ്പൊ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അന്ന് 3000 രൂപയാണ് എനിക്ക് ഈ ശമ്പളം. 3500 രൂപ വാടകയും കൊടുക്കണം. അപ്പൊ അത് വെച്ച് എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് 3500 രൂപ വാടക എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് കൊടുത്തു. പക്ഷെ ഒരു സുപ്രഭാതത്തിന് ഇവർക്ക് വാടക കൂട്ടണമെന്നൊരാഗ്രഹം. പക്ഷെ എന്നോട് ചോദിക്കാൻ ഒരു മടി. അത് വളരെ മാന്യമായ നല്ലൊരു കുടുംബമാണ്. പക്ഷെ എന്തോ അവർക്ക് പെട്ടെന്ന് ഞങ്ങളോട് ചോദിക്കാം. അപ്പൊ ഞങ്ങള് ഒരു ദിവസം അവിടെ താമസിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പാസ്റ്റർ എന്നുള്ള രീതിയിൽ അവർക്ക് ഒത്തിരി വെറുപ്പുണ്ട്. ഒരു പാസ്റ്റർ ഇവിടെ വന്ന് താമസിക്കാറ്, ഹിന്ദു ഫാമിലിയാണ്, ചുറ്റുപാട് താമസിക്കുന്നില്ല, ഹിന്ദുവാണ്. പക്ഷെ നമ്മൾ അവിടെ ഒരു ആരാധനയില്ല, നമ്മൾ ആരാധന അങ്ങനെ അവിടെ നടത്തുന്നില്ല. കാര്യം ഞാൻ ആരാധന അന്ന് നടത്തിക്കൊണ്ടിരുന്നത് ഒരു കാർ ഷെഡിനകത്ത്. കാർ ഷെഡ് എന്ന് പറയാനില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാർ ഷെഡ് എന്ന് പറയാനൊക്കത്തില്ല. റോഡിന്റെ സൈഡിൽ ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ വീടുണ്ട്. അത് ചട്ടായി വെച്ച ചെറിയൊരു വീടാണ്. അപ്പൊ വീടിന്റെ സൈഡിൽ തന്നെ നമ്മളിങ്ങനെ ഞായറാഴ്ച രാവിലത്തേക്ക് ഒന്ന് രണ്ട് സാരി എടുത്ത് ഇങ്ങനെ കെട്ടും. അതിന്റെ മേളിൽ 2 ഷീറ്റ്, കീറിയ 2 ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ സൈഡിൽ ഇങ്ങനെ സാരി എടുത്ത് കെട്ടും. അതാണ് ഞങ്ങളുടെ അന്നത്തെ ചർച്ച്. അപ്പൊ റോഡ് സൈഡിൽ ആരാധന. അപ്പൊ ഇവർക്ക് ഈ പാസ്റ്റർ ഇവിടെ താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടാണ് നമ്മളോട് സംസാരിക്കുന്നതിനും നമ്മളോട് കാര്യങ്ങൾ പറയുന്നതിനൊക്കെ അവർക്കൊരു ചെറിയ ബുദ്ധിമുട്ടായി. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ തന്നെ ഞാൻ അറിയാതെ എന്റെ റൂമിനകത്ത് പത്രം ഇട്ട് തുടങ്ങി. അപ്പൊ പെട്ടെന്ന് എനിക്ക് ടെൻഷനായി, ഇതെങ്ങനെ പത്രം ഇടുന്നത് നമ്മളറിയാതെ. ഞാൻ പെട്ടെന്ന് അവരെ വീട്ടുകാരോട് ചോദിച്ചത് എന്താ പത്രം, അത് വേറൊരാൾ വാടകയ്ക്ക് വന്നു, അവരാ പത്രം ഇടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞങ്ങൾ താമസിക്കുന്ന വീടല്ലേ, അപ്പൊ ആ വീട്ടിൽ ഞങ്ങൾ അറിയാതെ മറ്റൊരാൾ പെട്ടെന്ന് വാടകയ്ക്ക് ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ അത് പാസ്റ്റർ, അത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല, പാസ്റ്റർ നോക്കിയോ അവര് വരുമെന്നാ പറഞ്ഞതെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എനിക്കും ഭയങ്കര ടെൻഷനായി. കാര്യം ഇനിയിപ്പോ അവര് വന്നു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാവുമല്ലോ. കാര്യം അത് കഴിഞ്ഞു, 1-2 ദിവസം കഴിഞ്ഞു, ശരി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് മാറി. ഓക്കെ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ശരി, അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു ഞായറാഴ്ച രാവിലെ ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറാവും. അപ്പൊ പെട്ടെന്ന് സ്പീഡിൽ എല്ലാവരും ബാത്റൂമിൽ പോരുന്നു, കുളിക്കുന്നു, പെട്ടെന്ന് ഇങ്ങനെ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളുടെ ഈ വൈഫ് പോയിട്ട് തുണി അലക്കി
അയയിലോട്ട് ഇങ്ങനെ ഇടാൻ വേണ്ടി, അതിനകത്ത് ബാത്റൂമിൽ ഒരു കമ്പി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഇങ്ങനെ തുണി ഇടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പെട്ടെന്ന് കറണ്ട് അടിച്ചു. പെട്ടെന്ന് ഷോക്ക് ഇങ്ങനെ അടിക്കുക. അപ്പൊ ഇവള് എന്നോട് പെട്ടെന്ന് പറഞ്ഞു, കേട്ടോ ഇവിടെ ഷോക്ക് അടിക്കുന്നുണ്ട്, എന്തോ സംഭവം എന്നറിയത്തില്ല, ഒന്ന് നോക്കാന്ന്. ഞാൻ പെട്ടെന്ന് പുറത്ത് ഇങ്ങനെ ഇറങ്ങി സൈഡ് വഴി ഇങ്ങനെ നോക്കിയപ്പോ കാണാം, ആ ബാക്ക് സൈഡിൽ പോയി നോക്കുമ്പോ ഞങ്ങളുടെ ബാത്റൂമിനകത്ത് ഈ കമ്പിയിൽ ഒരു കരണ്ടിന്റെ കമ്പി ഇങ്ങനെ കൊളുത്തിയിട്ടേക്കുക. അതായത് കറണ്ട് ഉള്ള കമ്പിയെ ഞങ്ങളുടെ ബാത്റൂമിനകത്ത് അയ കെട്ടിയിരുന്നതിലോട്ട് ഇങ്ങനെ കൊളുത്തിയിട്ടേക്കുക. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാര്യം ശരി, ഞങ്ങൾ വാടക കൊടുക്കാതിരുന്നാലും ഒക്കെ, ഞങ്ങള് മറ്റൊന്നിനും ആണെങ്കിലും ഒക്കെ വാടക കൊടുക്കുന്നുണ്ട്, ശരി മാറണമാണെങ്കിൽ അവർക്ക് പറയായിരുന്നു. അങ്ങനെ ഞാൻ ആ വീട്ടിലോട്ട് പോയിട്ട് ചോദിച്ചു, സിസ്റ്ററെ നിങ്ങള് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, വാടക തരുന്നുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ, ഞാൻ മാറുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അവരൊറ്റ വാക്കിന് മുഖത്ത് നോക്കിയിട്ട് പറയാം, ശരി എന്നാ നിങ്ങൾ അങ്ങ് മാറിക്കും. ആകെ ടെൻഷനായി. കാര്യം ഒരു ദിവസം കൊണ്ട് മാറുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ഈ പാസ്റ്റർ എന്നുള്ള ലേബൽ ഉള്ളത് കൊണ്ടുകൂടെ ഈ ഏരിയയിൽ ആർക്കും വീട് തരാൻ താല്പര്യമില്ല. അങ്ങനെ ഞങ്ങള് ഒത്തിരി സ്ഥലങ്ങൾ ഞാൻ അന്വേഷിച്ച് വാടക വീട് അന്വേഷിച്ച് കിടക്കും. ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ഏരിയ മുഴുവനും ആരാധന കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി അവസാനം ഒരു കുഞ്ഞു വീട് കിട്ടിയിട്ട് അവിടെ ആണെങ്കിൽ ഒരു ചെറിയൊരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് കയറാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞു ബെഡ്റൂം ഉള്ള ഒരു വീട്, അതിനകത്ത് വേറെ ഒരാളും കൂടെ താമസിക്കും. അതായത് അതിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ വരാന്ത പോലെ ഉണ്ട്, അവിടെ വേറെ ഒരാളും കൂടെ താമസിക്കും, ഒരു പുരുഷൻ കൂടെ താമസിക്കും. ഞങ്ങൾ വേണേലും ഇപ്പുറത്ത് ഈ ചെറിയ ഇതിനകത്ത് ആയിക്കോണം. പിന്നെ കിച്ചൺ എല്ലാം ആയിട്ട് അങ്ങനെ ഒന്നുമില്ല, ഒരു ചെറിയ ചായ്പ് പോലെയാണ്. പിന്നെ അതിന്റെ അപ്പൊ ഞാൻ ചോദിച്ചു, ശരി എല്ലാം ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒന്ന് താമസിച്ചല്ലേ പറ്റത്തുള്ളൂ, അപ്പൊ ബാത്റൂം എവിടെ? അപ്പൊ ബാത്റൂം എന്ന് പറയുന്നത് അവര് പെട്ടെന്ന് എന്തെന്നറിയോ പുറത്തിറങ്ങിയിട്ട് ഒരു ബാത്റൂം കാണിച്ചു. പക്ഷെ ബാത്റൂമിന് ഓപ്പൺ ബാത്റൂമാണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ടോയ്ലറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ, 4 വശം ഒന്നുമില്ല. 4 വശവും അതിന് എന്താ പറയുന്നത്, ഒന്നും വെച്ചടിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ ചെയ്യും ഇതെങ്ങനെ അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ എന്തെങ്കിലും സാരി എന്തെങ്കിലും ഒക്കെ വെച്ച് വരച്ച് കെട്ടിയാൽ മതി, കുഴപ്പമില്ല. അപ്പൊ ആകെ ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കൂടെ വേറൊരാൾ താമസമുണ്ട്, അപ്പൊ ഈ ബാത്റൂം യൂസ് ചെയ്യാൻ വേണം, ആകെ പ്രശ്നമായി. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഞങ്ങളുടെ ചർച്ചിലെ വേറൊരു ബിലീവർ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരിടത്തൊരു വീടുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, പാസ്റ്റർക്ക് താമസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏകദേശം 2-3 വർഷമായിട്ട് അവിടെ ആരും താമസിക്കാത്തൊരു വീടാ, ചാണകമൊക്കെ മെഴുകിയ ഒരു വീടാണ്, പാസ്റ്റർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ താമസിക്കാം. ഞാൻ ഓടിപ്പോയി അവിടെ നോക്കിയപ്പോൾ കാണാൻ വളരെ സന്തോഷമായി. കാരണം ഒരു പറമ്പിനകത്ത് ഒരു വീട്, ഒറ്റ വീടേ ഉള്ളൂ, വലിയൊരു പറമ്പ്, അതിനകത്ത് ഒറ്റ വീട്. പക്ഷേ വീടൊന്നും നമുക്ക് അത്ര വലിയ ഇതില്ല, ഷീറ്റൊക്കെ അടിച്ചും പിന്നെ സൈഡിൽ ഇതിൽ ചട്ടായിയൊക്കെ വെച്ച് അങ്ങനെയുള്ള ചെറിയ വീടാ. പക്ഷേ താഴെ എല്ലാം മെഴുകി, പക്ഷെ അടുത്തൊന്നും ആരുമില്ല, സ്വസ്ഥതയായിട്ട് നമുക്ക് താമസിക്കാൻ ടോയ്ലറ്റ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്, അങ്ങനെ ഒരു വീട്. പക്ഷെ എന്തായാലും കൃപയാൽ ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചു. രാവിലെ ഞങ്ങൾ ഉറക്കമടിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കുഴിക്കാത്തോട്ടൊക്കെ കാലം പോകും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ വലിയ എലിയുണ്ട്, അത് എവിടെ കൂടെ വന്നിട്ട് നമ്മൾ ഈ ഉറങ്ങുന്നതിന്റെ അടുത്തൊക്കെ ഒന്ന് വലിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് പോകും. നമ്മൾ രാവിലെ കട്ടിലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നേരെ ആ കുഴിക്കാത്തോട്ടായിരിക്കും കാല് വെക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ അനുഭവങ്ങളായി. പിന്നെ ഞങ്ങൾക്ക് ഈ മെഴുകാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോ ഞങ്ങളുടെ വിശ്വാസികൾ 1-2 പേര് തന്നെ വന്ന് അതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒത്തിരി കാലം അങ്ങനെ കഴിഞ്ഞ് ഏകദേശം 15 വർഷം അവിടെ 14 വർഷത്തോടടുപ്പിച്ച് ആ സ്ഥലത്ത് താമസിക്കാൻ ദൈവം അത്ഭുതം ചെയ്തു. അങ്ങനെ ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷത്തോടുകൂടെ ഞാൻ ഇവിടെ ഞാൻ നിൽക്കുന്നത്. അന്ന് ആ ഭവനത്തിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒരിക്കൽ പോലും ദൈവത്തോട് പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത് ഞങ്ങൾക്ക് സ്വന്തം വീട് പോലെ ആയിരുന്നു. ആ വീട്ട് ഓണറിനും ഞങ്ങൾ ആ വീട് ഞങ്ങളുടെ സ്വന്തം വീട് പോലെ നോക്കാനുള്ള എല്ലാ അവസരവും അവർ തന്നു. വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ അവിടെ താമസിക്കാനായിട്ടുണ്ട്. ദൈവത്തിന്റെ വലിയൊരു കൃപ ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു, അതിനെ ഞാൻ അങ്ങ് മുഴുവിപ്പിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പലരോടും പ്രാർത്ഥന അപേക്ഷിച്ചു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞങ്ങളൊരു ഭവനത്തിന്റെ പണി ആരംഭിച്ച്. ഞാൻ നാട്ടിലെ എന്റെ വസ്തുവിനെ, കാര്യം ഇവിടെ ഒത്തിരി കാലം വാടകയ്ക്കായപ്പോൾ അത് 4000 രൂപയ്ക്ക് മേളില്, അത് കറണ്ട് ബില്ലും കൂടെ ആകുമ്പോൾ 10,000 രൂപ അടുപ്പിച്ചു പോകും. അപ്പൊ അത്രയും വാടക എല്ലാ മാസവും കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നാട്ടിൽ പോയിട്ട് എന്റെ വസ്തു മുഴുവനും വിറ്റ്, സർവത്ര വസ്തു വിറ്റിട്ട് ഞാൻ ഇവിടെ വന്ന് കുറച്ച് സ്ഥലം മേടിച്ചു. ചെറിയൊരു ഭവനം പണിഞ്ഞ് ഇങ്ങനെ പകുതിയിലെത്തിയപ്പം പൈസ എല്ലാം നിന്നു, കുറച്ച് കടവായി, അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ 2.5 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയില് ഭവനത്തിൽ. അത് ഭവനം ഞാൻ ചിലരെങ്കിലും എന്റെ ഈ അവസ്ഥയിലൂടെ ഇപ്പൊ പോകുന്നുണ്ടായിരിക്കും, അവർക്ക് വേണ്ടി ഒരു വാക്ക് പറയാം. ഞങ്ങൾ ചെയ്ത ഒരു കാര്യം പലർക്കും അത് തമാശയായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ ഞാൻ ആദ്യം ഒരു ഭവനത്തിന്റെ പ്ലാൻ വരച്ചു, സ്വന്തമായിട്ട് തന്നെ ഇരുന്ന് ജസ്റ്റ് ഒരു പ്ലാൻ പോലെ വരച്ചതിന് ശേഷം എന്താ പറയുക, ഞങ്ങൾ അത് വെച്ച് ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങി.
കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോ മനസ്സിൽ ഇങ്ങനെ ഒരു താല്പര്യം തോന്നി. ഞാന്, വൈഫ്, കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇതിനെ കാർട്ടൂൺ ബോക്സിൽ ഉണ്ടാക്കി വെച്ചു. കാർട്ടൂൺ ബോക്സ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഒരു വീടിന്റെ ഷേപ്പ്, അതായത് ഞങ്ങൾ എങ്ങനെയാണ് വരച്ചത് അതേ മോഡലിൽ ഒരു ഷേപ്പ്, ഒരു വീടിന്റെ ഷേപ്പ് ഞങ്ങള് ഫെവിക്കോളൊക്കെ ഇട്ട് ഇങ്ങനെ ഒട്ടിച്ച് പകുതി പണിഞ്ഞ ഒരു പകുതിയായ ഒരു വീടിന്റെ ഷേപ്പ് ഇങ്ങനെ ചെയ്ത് അതിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കട്ടിന്റെ അടിയിൽ നിന്ന് ഇതിനെ ഇങ്ങോട്ട് വലിച്ചിടും. എന്നിട്ട് അതിന്റെ കൈവച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എന്ത് ചെയ്ത് അകത്തോട്ട് അങ്ങ് തള്ളി വെക്കും. അങ്ങനെ, കാരണം കട്ടിന്റെ അടിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ബെഡ്റൂമിലാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ ചോദിക്കരുത്. കാരണം അന്ന് ഒറ്റ റൂമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ റൂമില് ബെഡ്റൂമും വരാന്തയും ഫ്രണ്ട് റൂമും ഹാളും എല്ലാം അത് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിലിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് അതിനപ്പുറത്തോട്ട് എടുക്കും, പിന്നെ പ്രാർത്ഥിക്കും, എന്നിട്ട് കട്ടിന്റെ അടിയിലോട്ട് ഇങ്ങനെ വെക്കും, പിറ്റേന്ന് വീണ്ടും അതെടുക്കും. പക്ഷേ അന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു തമാശ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചാറുണ്ട്, ദൈവം ഇതെന്തോ ഈ കാണിക്കുന്നതെന്ന്. പക്ഷേ ഒരത്ഭുതം ഞാൻ പറയാം. എന്റെ ഭവനത്തിന്റെ പണി ഞങ്ങൾ വസ്തു വെച്ച് ഇവിടെ വന്നിട്ട് എങ്ങനെയാണോ പണിഞ്ഞു വെച്ചത്, ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ പണിഞ്ഞോ അത്രയും പണി പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. കാരണം കറക്റ്റ് ഒരു മട്ടം പണി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പണി അങ്ങ് നിന്നു ഉണ്ടാക്കിച്ചില്ല. അപ്പൊ ഞാൻ 2.5 വർഷം അടുത്ത് വീണ്ടും ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവ് മേളിലോട്ട് പണിയണം, മേളിലോട്ട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ പകുതി പണിഞ്ഞതുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ പകുതി പണിയിൽ നിർത്തി തന്നത്. അപ്പൊ അതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചിന്തിച്ചു. ഓക്കെ, വീണ്ടും ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷിയെല്ലാം പറഞ്ഞു. പലരുടെയും പ്രാർത്ഥനകൾ വളരെ വളരെ ശക്തമായ ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പലരും പ്രാർത്ഥനകൾ അറിയിച്ചു, പലരും വിളിച്ചു, കുറച്ച് പേര് സഹായിച്ചു. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ വലിയ കൃപ, എങ്ങനെ സ്വപ്നം കണ്ടുവോ, എങ്ങനെ ആഗ്രഹിച്ചുവോ, എങ്ങനെ നമ്മൾ പടം വരച്ചുവോ അതുപോലൊരു ഭവനം പണിഞ്ഞ് ഇന്ന് ആ ഭവനത്തിനകത്തിരുന്ന് ഈ സാക്ഷി പറയാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ സാക്ഷി പറഞ്ഞിട്ട് ഒത്തിരി മാസമൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അതിൻ്റെ ഇടയിൽ തന്നെ ദൈവം നമ്മൾ കണ്ടതുപോലെ ഒരു ഭവനം പണിയുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് ആ ഭവനത്തിനകത്തിരുന്ന പണി ഫുള്ള് പൂർത്തീകരിച്ചിട്ടില്ല, കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അതിപ്പോ എല്ലായിടവും കാണുമല്ലോ, അതിലൊന്നും ഒരു വിഷയമല്ല. പക്ഷെ വാസയോഗ്യമായ രീതിയിൽ ഇന്ന് കയറി നമുക്ക് താമസിക്കത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം ഭവനം നൽകി. ഞാൻ പറയുന്ന ഒരു പ്രാർത്ഥനയും വ്യർത്ഥമായിട്ട് പോകത്തില്ലെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്താൽ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പലരും ഭവനമില്ലാതെ ഭവനത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഒരു എളിയ അനുഭവം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് തന്നെ ഇതൊരു തമാശയായിട്ട് തോന്നും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കൊരു തമാശയായിട്ട് തോന്നിയെന്ന് വരാം. ചിലപ്പോൾ ഈ കാർട്ടൂൺ ബോക്സിലൊക്കെ ഉണ്ടാക്കി ചെന്തുവായി കാണിക്കുന്നതൊക്കെ ചിലപ്പം നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ മനുഷ്യർ നമ്മളെ പൊട്ടരെന്ന് പറഞ്ഞെന്ന് വരും, ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കിയെന്ന് വരും, മറ്റു പലരും നമ്മളെ അയ്യോ ഇതെന്തോ ഈ കാണിക്കുന്നതെന്നൊക്കെ പലരും നമ്മളെ നിന്ദിച്ചെന്ന് വരും. പക്ഷെ ഒറ്റ വാക്കിൽ പറയാം, നമ്മളെ നിന്ദിക്കാത്ത, നമ്മളെ ഒരിക്കൽ പോലും നമ്മളെ നിന്ദിക്കാത്ത, നമ്മൾ കാണിക്കുന്ന ഈ പൊട്ടത്തരമൊന്നും കണ്ടിട്ട് അതിന് ഒരു ഇതും പറയാത്ത ഒരു ദൈവം കൂടെയുണ്ട്. അതിലൂടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് അങ്ങനെ ചെയ്തു തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതെന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അനുഭവമാണ്. അപ്പൊ ഭവനം പണിഞ്ഞ് ആ ഭവനത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുക, ദൈവം സഹായിക്കുന്ന അല്പസ്വല്പ പണികളുണ്ട്. അപ്പൊ അത് പൂർത്തീകരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ആ ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ ആ വിഷയത്തെ അവിടെ നിന്ന് വിടുന്നു. രണ്ടാമതൊരു വിഷയം എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. ഇത് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഈ അനുഭവത്തിലൂടെ പോകുന്ന പലരും കാണും. അവർക്കിന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്യണം. ഞാൻ അതുകൊണ്ട് മാത്രമായി ഈ വിഷയങ്ങൾ. ഇപ്പൊ ഒന്നാമത് ഭവനത്തിന്റെ വിഷയം പറഞ്ഞു. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 100% ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിച്ചാട്ടെ. മറ്റുള്ളവർ പലതും പറഞ്ഞെന്ന് വന്നേക്കാം, പക്ഷെ അതൊന്നും ചിന്തിക്കേണ്ട. ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാ, ദൈവസമയത്തിന് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ വിഷയം എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഡിഗ്ലിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിദ്യാഭ്യാസം ഭയങ്കര പ്രശ്നം. അപ്പോ ഞങ്ങളുടെ കുഞ്ഞുങ്ങള് 2 കുഞ്ഞുങ്ങളും എനിക്ക് 2 മക്കളാണ്, 2 പെൺമക്കളാണ്. അപ്പൊ അവിടെ വിദ്യാഭ്യാസം മൂത്ത മോളുടെ സമയമൊക്കെ ആയപ്പോൾ 8ാം ക്ലാസ് വരെയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുള്ളൂ, ക്രിസ്ത്യൻ സ്കൂൾ എന്ന് പറയാനായിട്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റ് സ്കൂളുകളിലേക്ക് പോകണം. അപ്പൊ 12th വരെ ഇവിടെ പഠിക്കണമെങ്കിൽ 12th വരെ മാത്രമേ പഠിക്കാനൊക്കത്തുള്ളൂ. 12th കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വിട്ടുപോകണം, ഒന്നിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോകണം, കോളേജ് കാര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾ പഠിക്കാനായിട്ട് പുറത്തോട്ട് പോകണം, അതല്ലെങ്കിൽ പോർട്ട് ബ്ലെയറിൽ എവിടെയെങ്കിലും പോയി പഠിക്കണം. അങ്ങനെയുള്ള സിസ്റ്റമാണ് ഇവിടെ. അപ്പോൾ 12th വരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പൊ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം, ഈ ഇത്രയും വർഷങ്ങള് കുഞ്ഞുങ്ങളെ ദൈവം ഫ്രീ ആയിട്ട് പഠിപ്പിച്ചെന്നുള്ളത്. അതാ എനിക്കിതിൽ പറയാനുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്കൂളിൽ നിന്ന്, ഞാൻ ഇരുന്ന സ്കൂളിൽ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഫ്രീ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സെന്റ് മേരി എന്ന് പറയുന്ന ഒരു സ്കൂളിലേക്ക് വിട്ടു. അപ്പൊ അവിടുത്തെ ഫാദറും അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല വലിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷെ എന്നാലും ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ അവര് ഒരു ദൈവദാസൻ എന്നുള്ള രീതിയിലായിരിക്കാം എന്തോ അവര് എൻ്റെ 2 കുഞ്ഞുങ്ങളെ അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനായിട്ടിടെ. അവിടെ കഴിഞ്ഞ് 8ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത്, മൂത്ത മോളുടെ 8ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്കൂളുകളിൽ പോലും പാക്ക് ചവയ്ക്കുന്നതിന് ഒരു ടെൻഷനില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാ, മദ്യം സ്കൂളിനകത്ത് കൊണ്ടുവരും കുഞ്ഞുങ്ങൾ. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പലപ്പോഴും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, ഞാനൊരു ഗ്രാമത്തിൽ പോയ സമയത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ നെല്ലെല്ലാം അറുത്തിട്ട് ആൾക്കാരിരിക്കുക. ഇവിടുത്തെ ആൾക്കാർക്ക് പൈസ വേണ്ട. കാരണം ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കൊന്നും സാമ്പത്തികമായിട്ട് വലിയ താല്പര്യം ഇല്ല. അവരെന്താ സംഭവിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരാളിന്റെ വീട്ടില് നെല്ലിറക്കണമെങ്കിൽ ആ നാട്ടുകാരെല്ലാം കൂടെ പോയിട്ട് അദ്ദേഹത്തിനെ സഹായിക്കും. അടുത്ത ദിവസം ഇവരെല്ലാം കൂടെ പോയിട്ട് അടുത്ത ആളിനെ സഹായിക്കും. അടുത്ത ദിവസം തൊട്ടടുത്തുള്ള ആളിനെ സഹായിക്കും. അപ്പൊ ഇവർക്ക് ഭക്ഷണം വേണം, ഭക്ഷണത്തോടൊപ്പം മദ്യം വേണം. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന മദ്യം വേണം. അപ്പൊ മദ്യം പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരും ജോലിക്ക് വരത്തില്ല. മദ്യം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ആൾക്കാർ ജോലിക്ക് വരും. അത് അവിടുത്തെ ഒരു സിസ്റ്റം. അങ്ങനെ ആ ഒരു രീതി. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു ഗ്രാമത്തിൽ പോകുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു 3 വയസ്സായ ഒരു കുഞ്ഞ്, 3 വയസ്സിനകത്തുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് സ്വന്തം ഗ്ലാസ്സുമായിട്ട് വരും. അതൊരു പെൺകുഞ്ഞ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ അടുത്ത് ആൾക്കാർക്ക് ഗ്ലാസ് ഉണ്ട്. അവിടുത്തെ പുരുഷൻ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ മദ്യം അവിടെ ഇവരുണ്ടാക്കുന്ന, ഇവിടെ അണ്ടിയ എന്നാ പറയുന്നത്, ഇതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ 3 വയസ്സായ കുഞ്ഞും അവളുടെ ഒരു ഗ്ലാസ് എടുത്തോണ്ട് വരിക. കൊണ്ടുവന്നിട്ട് അതിങ്ങനെ കൊണ്ടുവച്ചു. അപ്പൻ മോൾക്ക് അതിൽ ഒഴിച്ചു കൊടുത്തു. അവൾ എടുത്ത് കുടിച്ചു. വയസ്സ് നോക്കണം, 3 വയസ്സാകുന്നേ ഉള്ളൂ. എടുത്ത് കുടിച്ചിട്ട് അവിടെ നിന്ന് ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാണ്. അവിടെ കറങ്ങി അങ്ങ് വീണു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ കുഞ്ഞ് കറങ്ങി വീണെന്ന് പറഞ്ഞപ്പോ അവർ, അയ്യോ കുഴപ്പമില്ല ഫസ്റ്റ്, അത് കുറച്ച് കഴിയുമ്പോൾ എണീറ്റ് അങ്ങ് വെക്കോളൂ. അപ്പൊ 3 വയസ്സായ കുഞ്ഞ്, ഈ 3 വയസ്സായ പ്രായത്തില് ഇവര് മദ്യം ഉപയോഗിച്ചു തുടങ്ങും. വേറൊരു ഭവനത്തിൽ ഞാൻ പോയി. വേറൊരു ഭവനത്തിൽ ഞങ്ങൾ ഇങ്ങനെ വിസിറ്റിങ്ങിനായി പോയപ്പോ അവിടെ 1.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് അവളുടെ അപ്പന്റെ അപ്പൻ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യം, പാസ്റ്റർക്ക് ഒരു കാര്യം അറിയോ, ഈ കുഞ്ഞാണെങ്കില് പിന്നെ പാക്ക്, അതായത് ഇവിടെ ഈ പാക്കും ചുണ്ണാമ്പും എല്ലാം കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ പുറത്തൊരു ജർദ എന്ന് പറഞ്ഞൊരു സാധനം തട്ടും. അത് ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് ഒത്തിരി ഇത് ഉണ്ടാക്കുന്ന ഒരു സാധനം. പിന്നെ ക്യാൻസറിന് ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പൊ ഇതിങ്ങനെ തട്ടിയിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ തിരുകിയിട്ട് ആണ് ഇവർ ചവയ്ക്കുന്നത്. അപ്പോ അദ്ദേഹം എന്നോട് പറയുക, പാസ്റ്റർക്ക് ഒരു കാര്യം അറിയോ, ഈ മോള് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യണതിനേക്കാളും നന്നായിട്ട് പാക്ക് പ്രിപ്പയർ ചെയ്യുന്നു. ഭയങ്കര പ്രൗഡാ, ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഭയങ്കര അവരുടെ അകത്തൊന്നും ഇങ്ങനെ പറയൂ അത്ര. അപ്പോ ഞാനിത് പറയാനുള്ള കാരണം, കുഞ്ഞുങ്ങളെ ഞാൻ താഴ്ത്തിക്കെട്ടുകയല്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ ഇവര് മദ്യവും മറ്റ് സാധനങ്ങളും ഉപയോഗിച്ചു തുടങ്ങുക. ഞാൻ ബസ്സിൽ ഒരിക്കൽ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഞാൻ ഡിഗ്ലിപ്പൂരിലേക്ക് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ തൊട്ടടുത്ത് ഒരു അമ്മയും കുഞ്ഞും വന്നിരിപ്പുണ്ട്. അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയുടെ അമ്മയും കുഞ്ഞുമാണ്. അതായത് ജനിച്ച് പോർട്ട് ബ്ലെയറിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരിക അവര്. അപ്പൊ ഈ കുഞ്ഞ് ഇടയ്ക്ക് എണീറ്റ് കരയും. കുഞ്ഞെണീറ്റ്. അപ്പൊ ആ കുഞ്ഞിന്റെ അമ്മ അപ്പുറത്തിരിപ്പുണ്ട്. നാനിയ, അതായത് ഇവളുടെ അമ്മയുടെ അമ്മയാണ് ഈ കുഞ്ഞിനെ വച്ചേക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് അവരിയ്ക്കുന്നത്. അപ്പോ ഈ കുഞ്ഞിടയ്ക്ക് വിശന്ന് കരയുമ്പോ ഇവരെന്ത് ചെയ്യുന്ന പറയും, ഈ പാക്കിന്റെ പൊതി തുറന്നിട്ട് അതിൽ നിന്ന് ഇച്ചിരി ജർദ എടുത്ത് ഈ കുഞ്ഞിന്റെ വാക്കകത്തോട്ട് വെച്ചു കൊടുക്കും. കുഞ്ഞ് കിറങ്ങി അവിടെ കിടന്നുറങ്ങും. വീണ്ടും ഒരു കുറേ മണിക്കൂറത്തേക്ക് കുഞ്ഞ് പിന്നെ അനങ്ങത്തില്ല. ഞാൻ ആകെ ടെൻഷൻ. ഞാൻ അവരോടേക്ക്, നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത്, ആ കുഞ്ഞിന് പാല് കൊടുക്കുക, അതിന് വല്ല വിശപ്പിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളതിന് അവർ അയ്യോ കുഴപ്പമില്ല, അത് കിടന്നൊന്ന് ഇറങ്ങിക്കൊള്ളുന്നു. കാരണം അവർക്ക് ഇതൊക്കെ അങ്ങ് എക്സ്പീരിയൻസ് ആണ്. കാര്യം ഈ കുഞ്ഞ് ജനിച്ച് വീണ്, അതായത് ജനിച്ചിട്ട് എനിക്കൊന്നും ഒരാഴ്ച ആയെന്ന് അറിയത്തില്ല. അപ്പൊ ആ ഒന്നരാഴ്ച ആയ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരുന്ന വഴിയിലെ സംഭവിക്കുന്ന ഒരു കഥയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഈ ജനിച്ച് വീഴുന്ന കുഞ്ഞ്
ഇവിടെ നിന്ന് മദ്യവും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്ന കുഞ്ഞ് ഇച്ചിരി കൂടെ പ്രായമായപ്പോഴുള്ള ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവര് കുറച്ചുകൂടെ ഒന്ന് പ്രായത്തിലേക്ക് വരുന്ന സമയത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ബുദ്ധിമുട്ട്. ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ഇവരോട് പോയിട്ട് ഇതെല്ലാം ഒന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ അവർക്കൊന്ന് മാറ്റിയെടുക്കാൻ പെടുന്ന പാട്. കാരണം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യൗവനമൊക്കെ ആയതിനു ശേഷം ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒന്നൊക്കെ 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ചെറുതിലേ ജനിച്ച് വീഴുമ്പോഴേ ഈ സംഭവം സ്റ്റാർട്ടായിട്ട് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറുക. ഇവിടെ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന മദ്യപിക്കുന്നത്. ഇവിടെ ആ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒറ്റ പാത്രത്തിൽ നിന്ന് ഈ പാക്കെടുത്ത് കഴിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെറ്റെന്ന് നമ്മൾ പോയി തെറ്റെന്ന് പറഞ്ഞാൽ എന്തോ തെറ്റെന്ന് അവർ ചോദിക്കുന്നത്, ഇതിലെന്തോ തെറ്റെന്ന് അവർ തിരിച്ചു ചോദിക്കുന്നത്. കാരണം അവർക്കിത് കോമൺ ആയിട്ടുള്ള കാര്യം. അപ്പൊ സ്കൂളുകളിൽ പോലും ഇത് കൊണ്ടുവരും. അപ്പൊ പിള്ളേർ സെറ്റുകളൊക്കെ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ജോളിയായിട്ട് വരുമ്പോ പാരാണ്ടൊക്കെ ഇടയ്ക്ക് സ്കൂളിൽ ഇങ്ങനെ മദ്യം കൊണ്ടുവരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഈ ഒരു സംഭവം നടന്നപ്പോൾ നമുക്കൊരു ഭയം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഈ സ്കൂളിൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അങ്ങനെ ഒത്തിരി വേറെ പല സംഭവങ്ങളും സ്കൂളിൽ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റും, എന്തെങ്കിലും വീണ്ടും കാര്യം ഇനി അടുത്ത് ഫീസ് കൊടുത്ത് പഠിപ്പിക്കേണ്ടി വരും, അഥവാ വിട്ടു കഴിഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചെടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ എന്റെ 2 കുഞ്ഞുങ്ങൾക്ക്, ഞാൻ സിമ്പിൾ ആയിട്ട് അതങ്ങ് പറഞ്ഞു നിർത്തുക, 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുത വഴി തുറന്നു. നവോദയ സ്കൂളില് പോയി പഠിക്കത്തക്ക രീതിയിൽ അവർക്ക് 2 പേർക്കും എക്സാം അവിടെ പാസ്സായി. കുഞ്ഞുങ്ങൾക്ക് അതിൽ പഠിക്കാനുള്ളതായ വലിയ മുഖാന്തരം ദൈവം ഒരുക്കി കൊടുത്തു. അല്ലെങ്കിൽ എന്റെ ഇളയമോൾ എപ്പോഴും അതിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം വലിയ അത്ഭുതമാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി വിശ്വസ്തയോടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു തമ്പുരാനുണ്ടെന്ന്. ഹല്ലേലൂയ. കർത്താവ് അതത് സമയത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും ഞാൻ വേറൊരു അത്ഭുതം കൂടെ പറയാം. പലപ്പോഴും ഞാൻ വാഹനമില്ല, അതായത് ഞാൻ ഇന്ന് ദൈവം എനിക്ക് വാഹനം തന്നു. അത് എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല. കാരണം ദൈവം ചെയ്ത ഒരു അത്ഭുതമാണ്. കാര്യം ഒത്തിരി കാലം ഞാൻ വാഹനമൊന്നുമില്ല, അത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പൊ ചർച്ചും ഞാൻ താമസിക്കുന്ന സ്ഥലമായിട്ട് ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ 2 കുഞ്ഞുങ്ങളെ എടുത്ത് ഇങ്ങനെ അതുവരെയും ചർച്ച് വരെ നടക്കുക എന്ന് പറയുന്ന ഒത്തിരി ബുദ്ധിമുട്ട്. അന്ന് ആട്ടോയിൽ പോകാനൊന്നും പൈസ കാണത്തില്ല. രാവിലെ ഞായറാഴ്ച അല്ലെങ്കിൽ മറ്റു പ്രാർത്ഥന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ എണീറ്റിരിക്കും. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലൊരു ബ്രദർ, അദ്ദേഹത്തിനും പൊടിക്കുഞ്ഞുങ്ങൾ 2 പേരാ. അദ്ദേഹത്തിന്റെ ഭാര്യയെ റോഡിൽ ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പാസ്റ്റർ എടുക്കാൻ വരും. നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമല്ല, അദ്ദേഹത്തിന് എന്തോ അങ്ങനെ തോന്നുന്നു. അദ്ദേഹം വരുമായിരുന്നു. ഏകദേശം 1.5 വർഷം 2 വർഷം വരെ അദ്ദേഹം എന്നെ സ്വന്തം ആട്ടോയിൽ കൊണ്ടുവിടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ദൈവം കാര്യം ഒരു പ്രാവശ്യം പോലും ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കാൻ പറഞ്ഞോന്നോ എന്തോ. അദ്ദേഹത്തിന് അങ്ങനെ ദൈവം ഒരു മനസ്സിൽ കൊടുത്തു. ഈ ദിവസങ്ങളിൽ നടന്ന ഒരു അത്ഭുതം ഞാൻ പറയാം. ഈ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു അത്ഭുതം ഞാൻ പറയാം. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ സാക്ഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് ഒരു ആന്റി എന്നെ പെട്ടെന്ന് ഫോൺ ചെയ്യുന്നു. അപ്പൊ ഫോൺ ചെയ്തിട്ട് അപ്പൊ ഞാൻ പലരുടെയും വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ ബൈക്കുകളും മറ്റുള്ളവരുടെ വിശ്വാസികളുടെ ബൈക്കൊക്കെ ഉപയോഗിച്ചായിരിക്കും ചില പലപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ആന്റി എന്നെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് അപ്പൊ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ചോദിച്ചാൽ 100% ദൈവം അത്ഭുതം ചെയ്യും. അതിന് എനിക്ക് വിശ്വാസമുണ്ട്. അതിപ്പം ലക്ഷങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാലും 100 രൂപയുടെ വിഷയം എന്ന് പറഞ്ഞാലും ദൈവത്തിന് ഒരുപോലെ ഉള്ളൂ. ദൈവത്തിന്റെ മുൻപില് സാമ്പത്തികമാകുന്ന വിഷയങ്ങൾക്ക് ഒരു കുറവും ഇല്ല എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു അന്ന് മനസ്സിലൊരു പ്രാർത്ഥന, കർത്താവെ മനസ്സിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല വാഹനത്തിന് വേണ്ടി. മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു നല്ല വാഹനം കിട്ടിയിരുന്നെങ്കിൽ ഈ സമയങ്ങളിൽ യാത്ര ചെയ്യാൻ. അന്ന് എനിക്ക് ഭവനപ്പണിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചിന്ത. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഒരു ആന്റി എന്നെ ഫോൺ ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് അപ്പൊ ആന്റി ഫോൺ ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ വേറൊരു വിശ്വാസിയുടെ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ വണ്ടി ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തെ പറ്റി സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം, ഞാൻ ഒരു കാര്യം സംസാരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ശരി നാളെ എന്നാ വണ്ടി ഞാൻ തിരിച്ചു തന്നേക്കാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പൊ ആന്റി ചോദിച്ചു എന്തോ പാസ്റ്റർ ഈ സംസാരിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ ആന്റി ഞാൻ വേറൊരാളുടെ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അദ്ദേഹം നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അവർ ചെന്നൈ പോയിരിക്കുന്നു. 2 വർഷമായിട്ട് ഞാൻ വണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ വണ്ടി തിരിച്ചു കൊടുക്കണം. അപ്പൊ ആന്റി എന്നോട് പെട്ടെന്ന് ചോദിക്കുക, അപ്പൊ പിന്നെ പാസ്റ്റർ എങ്ങനെ പാസ്റ്റർ പിന്നെ എന്ത് ചെയ്യും, പാസ്റ്റർ എങ്ങനെ ഇനി അടുത്ത കാര്യങ്ങൾ? ഞാൻ ഈ ഒരു 3 മാസത്തെ സാക്ഷിയായിപ്പോ എനിക്കത് ഞാൻ കൂടുതലും പറയുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ആന്റിയോട് പെട്ടെന്ന് ചോദിക്കുക പാസ്റ്റർ പിന്നെ എങ്ങനെ യാത്ര ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ആന്റി, അത് അഡ്ജസ്റ്റ് ആയിക്കോളും, വേറെ ടെൻഷനൊന്നുമില്ല, അത് മുമ്പ് ഒത്തിരി നടന്ന് ശീലമുണ്ട്, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വിഷയമല്ല, അതൊക്കെ നടക്കും. അയ്യോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, പാസ്റ്റർ ഒരു വണ്ടി എടുക്കണം, വണ്ടിയില്ല നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ എന്തോ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വണ്ടി എടുക്കാത്ത സാഹചര്യമല്ല, കാരണം എന്റെ വീട് പണിയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാര്യം വീട് എങ്ങനെയും പണിഞ്ഞേ പറ്റൂ, കാര്യം അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം, അപ്പൊ അതുകൊണ്ട് എനിക്ക് വീട് പണിയാണ് ഏറ്റവും. അപ്പൊ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടി എടുക്കണം, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ എത്ര രൂപ എന്ന് പറയുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആന്റി ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് ഇനി അന്വേഷിക്കേണ്ടി വരും,
എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാം. എന്നാലും ഒരു 50,000 രൂപയ്ക്കാണെങ്കിൽ ഇവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുക്കാൻ നമുക്ക് പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ആന്റി എന്നെ വീണ്ടും ഫോൺ ചെയ്യും. ഫോൺ ചെയ്തിട്ട് പറയാം, പക്ഷേ അത് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. പിന്നെ അത് വീണ്ടും പണിയണം. വീണ്ടും അത് ഒരു കാര്യം ചെയ്യാം, അവിടെ എവിടെയെങ്കിലും ഷോറൂം ഉണ്ടെങ്കിൽ ഒരു പുതിയ ബൈക്ക് പോയി അന്വേഷിച്ചിട്ട് എത്ര രൂപയാണെന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ആകെ ടെൻഷനില്ല. എനിക്കിത് സംഭവിക്കുന്നതൊക്കെ സത്യമാണോ, ഇനി ആരെങ്കിലും വിളിച്ച് നമ്മളെ, കാര്യം ആദ്യമായിട്ട് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കും എന്ന് പറയുന്നത് നമുക്ക് അതൊക്കെ കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ, കാര്യം ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മളും ചില സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയി പോകും. ഈ ഞാൻ പലപ്പോഴും ചിന്തിച്ചോട്ടെ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന കാര്യം, ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തു, ആ തോട്ടിന്റെ കരയിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാ, തോട്ടിന്റെ കരയിൽ പോയി ഇരുന്നിട്ടോളാൻ പറഞ്ഞു. നിനക്കൊരു കാര്യം ചെയ്യും, കാക്ക ഭക്ഷണം കൊണ്ടുവരും, തോട്ടിൽ നിന്ന് വെള്ളം കോരി കുടിച്ചോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ കാക്ക മനുഷ്യന് തിന്നാൻ കൊണ്ടു കൊടുക്കുക. അപ്പൊ ഏലിയാവൻ ചിലപ്പോൾ ചിന്തിച്ചിരിക്കും, വേറെ ഏതെങ്കിലും പക്ഷിയോട് പറഞ്ഞു പിന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ കാക്കയോട് തന്നെ പിടിച്ചിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞ കാര്യം നടക്കും നമ്മൾ. പക്ഷെ ദൈവം ചെയ്യുമെന്ന്, ദൈവം അങ്ങനെ, ദൈവത്തിന് അത് കാക്കയും വിഷയമല്ല, ദൈവത്തിന് ഇന്നതെന്നൊരു വിഷയമല്ല. ദൈവം കൊണ്ടു തരുമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് സമയത്ത് ചെയ്യുന്ന ഒരു ദൈവം, അതാ നമ്മുടെ ദൈവം. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര ചിന്തിച്ചിട്ട്, അപ്പൊ ആന്റി ഇങ്ങനെ പറഞ്ഞിട്ട്, നീ പോയി പെട്ടെന്ന് ഒരു പുതിയ വണ്ടിയുടെ അത് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ആകെ ടെൻഷനിലായി. ഞാൻ പറഞ്ഞു, ആരെങ്കിലും എന്നെ കളിപ്പിക്കുന്നു, ഞാനെന്താ അതുവഴി ഇതുവരെയൊക്കെ കറങ്ങി കിടക്കുക. അപ്പൊ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇതായില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ വൈഫ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി വീണ്ടും വിളിച്ചു, പെട്ടെന്ന് ഒന്ന് പോയിട്ട് ഷോറൂമിൽ പോയി അന്വേഷിക്കണം. അങ്ങനെ പിന്നെ ഞാൻ ഷോറൂമിൽ പോയി അന്വേഷിച്ച് ഒരു 2 ബൈക്കിന്റെ വില എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് ആന്റിക്ക് ഇട്ട് കൊടുത്തു. ആന്റി വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് എന്റെ അക്കൗണ്ടിലോട്ട് 1,00,000 രൂപ ഇട്ടു. പെട്ടെന്ന് അക്കൗണ്ട് നമ്പർ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ 1,00,000 രൂപ അക്കൗണ്ടിലോട്ട് വരുന്നു. പെട്ടെന്ന് പുതിയൊരു ബൈക്ക് പെട്ടെന്ന് എടുത്തോളാം, നാളെ തൊട്ട് ബൈക്കിൽ വേണം യാത്ര ചെയ്യാനെന്ന്. അയ്യോ, ആകെ ടെൻഷൻ. വീണ്ടും പെട്ടെന്ന് ഇവിടെ ബൈക്ക് ഒരു ദിവസം കണ്ട് കിട്ടത്തില്ല. പക്ഷെ എന്നാലും ദൈവകൃപയാൽ അവര് എനിക്കൊന്ന് അവരുടെ രാജ്യത്ത് ചിലപ്പം രാത്രി 3 മണി എങ്ങാണ്ടാന്ന് തോന്നുന്നു. രാത്രി 3-4 മണി വരെ ഉറക്കം കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എന്നിട്ട് ലാസ്റ്റിൽ രാത്രി 3:30 എങ്ങാണ്ടായപ്പോൾ ഞാൻ പോയി അവരുടെ രാജ്യത്ത് രാത്രി 3:30 എങ്ങാണ്ടായപ്പോൾ ഞാൻ ഇവിടെ ഉച്ച എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ പോയി ഷോറൂമിൽ പോയിട്ട് ബൈക്കിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് എടുത്തു, ഫോട്ടോയൊക്കെ ഇട്ട് പൈസ അടച്ചു എന്നുള്ള ബില്ലും കൂടെ അയച്ചു കൊടുത്തപ്പോൾ അവരുടെ രാജ്യത്തിൽ വീണ്ടും 5 മണിയായപ്പോൾ വീണ്ടും ഫോൺ വിളിച്ച് വെച്ച്, പാസ്റ്റർ ബൈക്കിന്റെ കാര്യം പുള്ളി എന്താ? ഞങ്ങൾ എന്റെ പൊന്ന ആന്റി ഇതുവരെ കിടന്ന് ഉറങ്ങിയില്ലേ, ആന്റി ഉറങ്ങിക്കോന്ന് പറഞ്ഞു. ശരി, എന്തായാലും 10-15 ദിവസത്തിനകത്ത് ബൈക്ക് കിട്ടി. ബൈക്കെല്ലാം കിട്ടി. ഞാൻ ആന്റിക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു, എല്ലാം സംഭവിച്ചു. പക്ഷെ ഞാൻ വേറൊരു വിഷയം പറയാം. ഞാനിന്ന് ആന്റിയെ നന്ദിയോടെ ഓർക്കുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഈ ആന്റിയായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇതിന്റെ കാരണം, ആന്റിയുടെ വാട്സപ്പ് നമ്പർ എല്ലാം ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു, ആന്റി എവിടെ എന്തുവെന്നൊന്നും ഇന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പക്ഷേ ഇപ്പോ നമ്മുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് പോലും അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടിക്കൊക്കെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്താണ് കാര്യം, എന്തുവാ സംഭവം എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത്, ചിലപ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഒരു കാക്കയെ പെട്ടെന്ന് അയച്ചു. ആ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ദൈവം അത് നമ്മള് ഈ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരം എന്ന് നമ്മള് ബൈബിളില് ഒരു വാക്യമുണ്ട്. നമ്മള് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുള്ള ഒരു ദൈവം. അത് വെറും ഒരു വാക്യമല്ല. വെറും ഒരു വാക്യമല്ല. ആക്ച്വലി അത് വിശ്വസിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കാത്തതും നനയ്ക്കാത്തതും പലപ്പോഴും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ ശക്തിയുള്ള ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും അവിശ്വസിക്കരുത്. പലപ്പോഴും ചിലപ്പോൾ 1 മണിക്കൂർ നടന്നില്ലെന്ന് വരും, ചിലപ്പോൾ 2 മണിക്കൂർ നടന്നില്ലെന്ന് വരും, ചിലപ്പോൾ ഇന്ന് നടന്നില്ലെന്ന് വരും, ചിലപ്പോൾ നാളെ നടന്നില്ലെന്ന് വരും. പക്ഷെ എന്നും നടക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് ദൈവത്തിനറിയാം എപ്പോഴാ വേണ്ടത്. എനിക്കൊരു വാഹനം സ്വന്തമായിട്ട് എപ്പോഴും തരണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയായിരുന്നു. ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് അത് പറയുന്നത് ഉചിതമാണെന്ന് അറിയത്തില്ല, എന്നാലും ചേർത്തങ്ങ് പറയാം. അപ്പൊ നിങ്ങളെ എന്തെങ്കിലും പാസ്റ്റർ എന്തോ ഭയങ്കര, സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇന്ന് എൻ്റെ ജീവിതത്തില് ഭയങ്കര ഒരു എന്താ പറയുന്നത്, എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം പല അത്ഭുതങ്ങളാണ് ദൈവം ചെയ്യുന്നത്, പല അത്ഭുതങ്ങള്. ഇപ്പൊ ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, ഇവിടെ പല സ്ഥലങ്ങളിൽ സുവിശേഷ വേലയ്ക്കായിട്ട് പോകുന്നുണ്ട്, പല വർഷങ്ങളായിട്ട് പോവാ. അപ്പൊ നല്ലൊരു സ്പീക്കർ ഇല്ല, നല്ലൊരു ഇതില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പാസ്റ്റർ ഒരു സ്പീക്കർ ഞാൻ അങ്ങ് മേടിച്ചു തന്നേക്കാം. ഭയങ്കര സന്തോഷം. മേടിച്ച് തന്നേക്കാന്ന് പറഞ്ഞത് മാത്രമല്ല കേട്ടോ,
ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചത് ചിലപ്പം പുള്ളിക്കാരൻ ഒരു 10,000-15,000 രൂപയ്ക്ക് ഞാൻ അത്രയൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. അത് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. കാരണം നമുക്ക് ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10-300 പേര് കൂടിയിരുന്നാൽ അതിനകത്ത് ഈ 10,000-15,000 സ്പീക്കർ കൊണ്ട് ചെന്ന് ഈ 10-300 പേരുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ. എന്നാലും അത്യാവശ്യത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു വനത്തിനകത്തൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ 10-300-200 പേരൊക്കെ കൂടുന്ന സമയത്ത് അവർക്കൊരു ചെറിയ ശബ്ദം കിട്ടത്തക്ക രീതിയിൽ ഒരു സ്പീക്കർ വേണം. അത് ഇച്ചിരി ചാർജറബിൾ ആണെങ്കിൽ നല്ലതാണെന്ന് മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ അത്ഭുതം കേൾക്കണോ? ആ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, ആ പ്രിയ ബ്രദറ് 65,000 രൂപ വരെയുള്ള JBLന്റെ നല്ലൊരു സ്പീക്കർ വാങ്ങിച്ചു. അപ്പോ നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം. അത് ഭയങ്കര അത്ഭുതം. ഇതൊന്നും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ ചിലര് പറയും ഓ ഇതൊക്കെയാണ് ഒരു അത്ഭുതം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ചെറിയ അത്ഭുതമൊന്നും അല്ല. എനിക്കിത് ഭയങ്കര വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ഒന്നുമില്ലാതെ നമ്മൾ പോയിട്ട് തൊണ്ടകീറി വിളിക്കുന്ന നമുക്കൊരു സ്പീക്കർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഭവമൊന്നുമല്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു കാര്യം. അപ്പൊ ദൈവം അങ്ങനെ അത്ഭുതങ്ങൾ ഒത്തിരി അത്ഭുതങ്ങളിലൂടെ നടത്തുക. അപ്പൊ ഒന്നുമില്ലാതിരുന്ന് എന്ന് പറഞ്ഞാൽ ഒരു വാടക, ചിലപ്പോ ഞാൻ ഇടയ്ക്ക് കഷ്ടപ്പാട് പറയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുക, എന്നാലും ഒരു വാക്കൊക്കെ പറഞ്ഞു പോവുക. ഒരു 5 രൂപ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി 5 രൂപ തൊട്ട് തറയിൽ എവിടെയെങ്കിലും കളഞ്ഞു കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ അത് എനിക്കൊരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. നമ്മൾ അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്വേഷിക്കേണ്ടടുത്ത് അന്വേഷിക്കാതെ തറയിൽ നോക്കിയാണെന്നുണ്ടായിരിക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം. ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾക്ക് എല്ലാം തകർന്ന് ഭക്ഷണമില്ല. 2 കുഞ്ഞുങ്ങൾ, അന്ന് ഒരു കുഞ്ഞ് കൈക്കുഞ്ഞ്, അത് കുഞ്ഞുങ്ങൾക്ക് പോലും പാലൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വൈഫിനും പാലില്ലാതെ അങ്ങനെ വളരെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയമുണ്ടായിട്ടുണ്ട്. പക്ഷങ്ങളിൽ എത്രയെങ്കിലും ദിവസങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണമില്ലാതെ അങ്ങനെ പോയ സമയമുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ദൈവാത്മാവ് ഒരു ദൈവദാസനോട് പറഞ്ഞു. ചിലപ്പോൾ ഈ സാക്ഷി പുള്ളി കേൾക്കുമായിരിക്കും, പുള്ളിക്ക് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അറിയുന്നത് പോലും ഈ സാക്ഷി കേൾക്കുന്ന സമയത്ത്. അപ്പൊ അദ്ദേഹം എന്നെ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞു എനിക്ക് ഇച്ചിരി കാശ് അയച്ചു കൊടുക്കണം. പക്ഷെ ഇദ്ദേഹം മറന്നുപോയി. ഇദ്ദേഹം എന്നെ അന്വേഷിച്ച് എന്റെ നാട്ടിൽ പോകുന്നു. കർണാടകയിൽ നിന്ന് അദ്ദേഹം എന്റെ കേരളത്തിൽ വരുന്നു, എന്റെ അമ്മയെ കാണുന്നു, അവിടുന്ന് എന്റെ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ മേടിക്കുന്നു, മടങ്ങി വരുന്ന സംഭവം എല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ബിസി ആയതുകൊണ്ട്, പുള്ളി ഇതിന്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അദ്ദേഹം ബിസി ആയതുകൊണ്ട് അദ്ദേഹം സംഭവം മറന്നുപോയി. ജനുവരി 3-ാം തീയതി ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. അപ്പൊ ജനുവരി 3-ാം തീയതി അന്ന് ഒരു കഷ്ടപ്പാടിന്റെ ഭയങ്കര ഞാൻ ഇടയ്ക്കൊരിക്കൽ സത്യസന്ധമായിട്ട് പറഞ്ഞാല് അവിശ്വസിച്ചോന്നല്ല, പക്ഷെ എന്നാലും എന്തിനാ ഇതെല്ലാം കളഞ്ഞിട്ട് തിരിച്ചു പോയാലോ എന്ന് ഒരു ആഗ്രഹിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം ഇവിടെ നിന്ന് മടങ്ങി പോകണമെങ്കിൽ പോലും നമുക്ക് കടലിനകത്തോടെ നീന്തി പോകാനും ഒക്കത്തില്ല. ഇതാ സംഭവം. കാരണം ഇവിടെ നിന്ന് പോകണമെങ്കിലും പൈസ വേണം. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന സമയം. പക്ഷെ ഒരു ഡിസംബർ ഒരു 15-ാം തീയതി മുതൽ കഷ്ടപ്പാട് അനുഭവിച്ച് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടിന്റെ നമ്മുടെ നാട്ടിൽ പറയത്തില്ല നെല്ലിപ്പല കാണുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അപ്പൊ ആ കഷ്ടപ്പാടിന്റെ ലാസ്റ്റ് സ്റ്റേജ് കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ കരഞ്ഞ് അയ്യോ ഇനി എന്തുവാന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് ചില സമയങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. കാര്യം കുഞ്ഞുങ്ങൾ കരയണ കാണാൻ വയ്യ, വീട്ടിലെ ഇത് ഒന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോകും. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് ജനുവരി 3-ാം തീയതി ഇതുപോലെ വീട്ടില് കുഞ്ഞുങ്ങൾ കരയുന്നു, ഒന്നും ഇനി കാണണ്ട വയ്യ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങ് ബജാറിലോട്ട് ഇങ്ങനെ നടന്നിങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഈ ദൈവദാസൻ വിളിക്കുന്നു. അതായത് അത് 2-ാം തീയതി രാത്രിയിൽ ദൈവാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. ഞാൻ നിന്നോട് ഇന്നൊരു ഇച്ചിരി കാശ് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നീ ചെയ്തില്ല, അത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ദൈവാത്മാവ് അദ്ദേഹത്തോട് രാത്രി സംസാരിക്കുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ പോലും ഫോണിൽ ആവശ്യമില്ല. എന്റെ സുഹൃത്താണ്, ഞങ്ങൾ പരിചയക്കാരാണ്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് ഒരു രൂപ പോലും ഞാൻ ആവശ്യപ്പെട്ടില്ല, ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ അദ്ദേഹത്തോട് ദൈവാത്മാവ് പറയാ നീ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കണം, എനിക്ക് അയച്ചു കൊടുക്കണം. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു റിജ പാസ്റ്റർ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ ആൻഡമാനിലുണ്ട്. ഒരു കാര്യം ചെയ്തിട്ട് അക്കൗണ്ട് നമ്പർ പെട്ടെന്ന് തന്നെ. ഞാൻ പറഞ്ഞു അക്കൗണ്ട് നമ്പർ എന്തിനാ ഈ സമയത്ത്? അച്ഛാ അക്കൗണ്ട് നമ്പർ തരാനൊക്കെ ഒത്തുന്നില്ല. അല്ലല്ല നീ അക്കൗണ്ട് നമ്പർ എന്താ, നിനക്ക് ഇച്ചിരി പൈസ അയച്ചു തരണം. ഞാൻ പറഞ്ഞു അച്ഛാ എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ ഭയങ്കര സന്തുഷ്ടനാ. കാരണം എനിക്ക് ഒന്നിനും ഒരു കുറവില്ല. കാര്യം ഞാൻ ചിന്തിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്, അദ്ദേഹം വളരെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എൻ്റെ ഒരു മനസ്സ്. പക്ഷെ അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിച്ചു. കാര്യം ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 10-15 വർഷം കൊണ്ട്
യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. ഏകദേശം 10 വർഷത്തോളം അടുപ്പിച്ച് ഞങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചത് അദ്ദേഹം ഇപ്പോഴും ഭയങ്കര കഷ്ടപ്പെടും. പക്ഷെ അദ്ദേഹത്തെ ദൈവം ഉയർത്തിയ കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഈ 10 വർഷത്തിന് ശേഷം അദ്ദേഹം എന്നെ ഫോൺ ചെയ്യുന്നത് പോലും. അപ്പൊ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം നല്ലൊരു നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ചിന്തിക്കുന്ന അയ്യോ അന്ന് ഞങ്ങളെ കാണുന്ന സമയത്ത് 2 കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് പോയ മനുഷ്യരാണ്. അപ്പൊ എന്റെ മനസ്സിൽ ആ ഒരു പിക്ചറാണ് കിടക്കുന്നത്. അയ്യോ പാവം, അവിടെ വളരെ കഷ്ടപ്പെടുന്ന എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു കാരണവശാലും ഞാൻ കൊണ്ടും വരത്തില്ല അച്ഛാ, എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടില്ല, ഞാനും ഭയങ്കര സന്തോഷം. അപ്പൊ പുള്ളി പറഞ്ഞില്ല, ദൈവാത്മാവിനോട് പറഞ്ഞു നിനക്ക് ഇച്ചിരി കാശ് അയച്ചു തരാൻ പറഞ്ഞു, നീ അക്കൗണ്ട് നമ്പർ തന്നേ പറ്റും. ഞാൻ പറഞ്ഞു അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഇവിടെ അല്ല. പക്ഷെ പുള്ളി അവസാനം എന്നോട് ഒരു വാക്ക് പറഞ്ഞ, നിനക്ക് പൈസ വേണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യേ, ക്രിസ്മസിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്റെ ഇരുന്നോട്ടെ, ഞാൻ ആ പൈസ എന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്റെ 2 കുഞ്ഞുങ്ങൾക്കും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ തരുന്നതാ എന്ന് ചിന്തിച്ചാ മതി, കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു 3000 രൂപ എന്റെ അക്കൗണ്ടിലോട്ട് അയച്ചു. ഞാൻ ആ എമൗണ്ട് പറയാൻ കാരണമുണ്ട്, എമൗണ്ട് പറയാൻ പാടില്ലെന്ന, പക്ഷെ എന്നാലും ഞാൻ എമൗണ്ട് പറയാനൊരു കാരണമുണ്ട്. ആ 3000 രൂപ എനിക്ക് 3 ലക്ഷം രൂപയ്ക്ക് അപ്പുറം വിലയുള്ളത്. വെറും 3000 രൂപ, പക്ഷെ അത് അക്കൗണ്ടിലോട്ട് വരുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു. 3000 റുപ്പീസ് ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഞാൻ ആ മെയിൻ ബജാറിൽ നിന്ന് അലറി 2 വിളി വിളിച്ചു. ഞാൻ ഭ്രാന്തനായതാന്നോ, ഇനി എന്തോ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. കരയുവാന്നോ ചിരിക്കുവാന്നോ എന്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ചാടി പൈസ എടുത്തു, കടയിലോട്ട് വന്ന് സാധനങ്ങൾ മേടിച്ചു. പിന്നെ നമ്മള് രാജാവാ. പൈസയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നു, വീട്ടിൽ വന്നു, കുറച്ച് സാധനങ്ങൾ കൊണ്ടുവച്ചു. ഞാനും വൈഫ് ഞങ്ങളെല്ലാം കൂടെ അലമുറയിട്ട് കരയുമായിരുന്നു. കാരണം ദൈവം ചില സമയത്ത് നമുക്ക് വേണ്ടി ചെയ്യുന്ന വഴികൾ കാക്ക വിടുവെന്ന് ചോദിച്ചാൽ 100% ദൈവം ശക്തനാ. ദൈവം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കാര്യം ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയും. അങ്ങനെ വലിയൊരു അത്ഭുതം. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം പിന്നെ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എല്ലാ ഐലൻഡിലും ഓരോ സഭ സ്ഥാപിക്കുക. ഇത് ഭയങ്കര ഒരു ആഗ്രഹം. കാരണം ഈ പോർട്ട് ബ്ലെയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി 160-ലധികം ചർച്ചസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 175-ലധികം പാസ്റ്റേഴ്സ് ഉണ്ട് അവിടെ, ഒരു പോർട്ട് ബ്ലെയറിൽ മാത്രം. അപ്പോൾ അവിടെ സഭകളെല്ലാം ഭയങ്കര വളർച്ചയാണ്, ഒരു സഭയും അത്ര വളർച്ചയൊന്നുമില്ല. പക്ഷേ ചർച്ചും പാസ്റ്റേഴ്സ് എല്ലാം, കാര്യം ആ സ്ഥലം മെഡിക്കൽ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്ഥലം. നമ്മുടെ ചെറിയൊരു കേരളം പോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഈ ഐലൻഡുകളിൽ ഇപ്പോൾ ആൾക്കാരില്ല. അപ്പൊ അന്ന് നമ്മൾ വന്ന കാലം പോലെ നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹം, ഇവിടെ ഐലൻഡുകളിലെല്ലാം ഇങ്ങനെ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ പോകണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ആ ഒരു ആഗ്രഹത്തോടുകൂടെ ഒത്തിരി ദേവദാസന്മാർ വന്നു. ഞങ്ങൾ ഏകദേശം ഒരു 6 പേരടങ്ങുന്ന 6 പേര് 6 ഐലൻഡുകളിലായിട്ട് ഇങ്ങനെ മാറി. അപ്പൊ മാറുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു. അന്ന് ഞങ്ങൾക്കും വരുന്ന സമയത്ത് നമ്മള് ആദ്യത്തെ ആള് വരുന്ന സമയത്ത് ഞങ്ങള് വേറൊരു ദേവാസങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സ്കൂളിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് പറയുക, ഇങ്ങനെ റേഷൻ അരിയെ കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് പകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചു കൊടുക്കും പലർക്കും. നടുക്ക് നിന്നാണ് സപ്പോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംഭവങ്ങൾ. അങ്ങനെ രസകരമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കും സാമ്പത്തികങ്ങളില്ല ആരുടെയും. അപ്പൊ ഉള്ളത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കുക എന്നൊക്കെ ഉള്ള അങ്ങനെ ഒരു രീതിയൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പതിയെ AGയുമായിട്ട് ചേർന്നു. അസംബ്ലീസ് ഒക്കെ ആയിട്ട് ചേർന്ന് ഇങ്ങനെ പ്രവർത്തിച്ചു. പിന്നെ അവിടെ നിന്ന് ചെറിയ സപ്പോർട്ടുകൾ വന്നു തുടങ്ങി. എല്ലാവർക്കും വാടക അവര് തന്നു തുടങ്ങി. വാടകയ്ക്കുള്ള കാശ് AGന്ന് എല്ലാവർക്കും 5000 റുപ്പീസ് വെച്ച് എല്ലാവർക്കും AGന്ന് ഒരു വാടക എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അവർ നൽകി തുടങ്ങി. അപ്പൊ അങ്ങനെ അത് AGയെ പോയി കണ്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ AG എന്നുള്ള വെറും പേര് മാത്രമായിരുന്നു. പിന്നെ പോയിട്ട് പറയേണ്ടി വന്നു, സാറേ നിങ്ങളറിയാതെ നിങ്ങളുടെ പേരും വെച്ച് ഞങ്ങൾ ഇവിടെ കുറച്ച് പേരുണ്ട്, പറ്റുവാണെങ്കിൽ ഒന്ന് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അവര് ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ സ്വീകരിച്ചു. അങ്ങനെ ചർച്ചയൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പോവാം. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരുന്നതായ ഒരു സമയം കേൾക്കുന്നുണ്ടോ പാസ്റ്ററെ? ഇവിടെ നെറ്റ്വർക്ക് പോയി, കേൾക്കാമല്ലോ? ഓക്കെ. അപ്പോ വൈഫൈ കട്ടായി പോയി. ഓക്കെ, അതാ. ഓക്കെ, ദെൻ അപ്പൊ അങ്ങനെ ഇരുന്നതായ ഒരു സമയം. അപ്പൊ അങ്ങനെ എന്താ പറയുന്നത്, ഈ ദൈവാസന്മാരെല്ലാം എടുത്തു. പക്ഷെ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വാടക കൂടുതലാണ്. അപ്പൊ പലർക്കും മറ്റു വരുമാനങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ എന്തറിയോ, അത് ഞാൻ പറയാൻ കാരണം ആരെയും തെറ്റു പറയുന്നതല്ല, എല്ലാവരുടെ ജീവിത സാഹചര്യങ്ങളാണ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്നവർ പലരും പല സ്ഥലങ്ങളിൽ അങ്ങ് മാറി. ചിലര് മറ്റ് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ പോയി. ചിലര് ഇവിടെ വിട്ടിട്ട് നാട്ടിലോട്ട് പോയി. അങ്ങനെ പല കാര്യങ്ങളുണ്ടായി. അപ്പൊ എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം, അയ്യോ ഞാൻ ഒറ്റയ്ക്ക്, നമ്മളെ സഹായിക്കാൻ ആരില്ല, അത് ഒന്നുമില്ല, എല്ലാം അങ്ങനെ എല്ലാം നെല്ലായി കിടക്കുക. അപ്പൊ പലരും എന്നോട് ചോദിച്ചു തുടങ്ങി, നീ ഇങ്ങനെ AG എന്നും പറഞ്ഞ് പേരും പറഞ്ഞ് ഇങ്ങനെ വെറുതെ നിന്നിട്ട് ഒരു കാര്യമില്ല,
കേട്ടോ. നമ്മളൊക്കെ ഇപ്പൊ നല്ല രീതിയിലൊക്കെ പൊക്കോണ്ടിരിക്കുക. ഇപ്പൊ പലരും എന്നെ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി, എന്നോട് പലരും കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. ആ പാസ്റ്റർ എങ്ങനെ നിൽക്കുന്നതൊക്കെ ആയി. എനിക്ക് മനസ്സിലാകാത്തൊരു വിഷമം. പക്ഷേ ഒരു സത്യസന്ധമായിട്ട് പറയാം, എല്ലാ കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടാലും, പക്ഷെ അവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്, എല്ലാവരും എന്റെ കൂടെ ഉണ്ട്, അതെല്ലാം വളരെ സന്തോഷമാണ്. പക്ഷെ അന്നൊരു ചെറിയ വിഷമം തോന്നിയെങ്കിലുള്ളല്ലോ, അങ്ങനെ എല്ലാവരും ഉപേക്ഷിക്കുന്ന സമയത്ത് ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. തമ്പുരാൻ അവിടെ നിന്ന് വളർത്താൻ തുടങ്ങി. അപ്പം അവിടെ നിന്ന് ഉയർത്തിയ ഒരു ദൈവം. അപ്പൊ അവിടെ നിന്ന് പതിയെ 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 ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവന്ന് പലരും ഇപ്പൊ അറിഞ്ഞു തുടങ്ങുന്നു. ഇപ്പൊ ഈ സാക്ഷിയൊക്കെ വന്നപ്പോഴേ തന്നെ ഒത്തിരി പേര് വിളിക്കുന്നു. പലപ്പോഴും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇന്നും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയം, ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ചെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന സമയത്തെ ഈ വനത്തിനകത്ത് ധൈര്യം ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോ നമ്മൾ ഈ കാട്ടുവാസിയായിട്ട് മാറുക, ആരും ഒരു മനുഷ്യരുമായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ട് അയ്യോ ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ, ആരെങ്കിലും ഒന്ന് സംസാരിച്ചെങ്കിൽ. പക്ഷെ ദൈവം അതിനെല്ലാം ഒരു മാറ്റം തന്നു. പലരും വിളിക്കുന്നുണ്ട്, പലരും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ദയവായിട്ട് നിങ്ങള് നമ്പരൊക്കെ എടുത്തിട്ട് പറ്റുവാണെങ്കിൽ വിളിക്കുക. ഞാനത് ഒന്ന് സംസാരിച്ചാൽ നമുക്കൊരു ഭയങ്കര സന്തോഷം. വേറെ ഒന്നുമില്ല, ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കും തോന്നും നമ്മള് ഇവിടെയൊക്കെ ജീവനോടുണ്ട്, അപ്പൊ ആരെങ്കിലും ഒക്കെ നമ്മളെ കുറിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ചിന്തയുണ്ടാവും. ഓക്കെ, അത് എന്നാല് ദൈവം വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു പാസ്റ്ററെ. ചർച്ചുകള് ദൈവം വളർത്താനായിട്ട് ആരംഭിച്ചു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി അത്ഭുതങ്ങൾ പറഞ്ഞു, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞു. ഈ പ്രാവശ്യം 1-2 അത്ഭുതങ്ങൾ ഞാൻ അങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാ. ദൈവം ഈ ഇടയ്ക്ക് ആരെങ്കിലും ഫിക്സ് ഒക്കെ വന്ന പലരെയും ദൈവം സൗഖ്യമാക്കി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഫിക്സ് ബാധിച്ച് ഒത്തിരി വർഷങ്ങളായിട്ട് ഫിക്സ് ബാധിച്ചു. രൂപത്തിൽ അദ്ദേഹത്തിന്റെ പേര്, ഒരു ബംഗാളി ഇതിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാ. അപ്പൊ അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഭയങ്കര ബുദ്ധിമുട്ട്, ഇവരെയൊക്കെ രക്ഷിക്കപ്പെട്ടു വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എന്നാലും അദ്ദേഹം ചർച്ചയിൽ ചെറുതായിട്ട് വന്നു തുടങ്ങുന്ന സമയം അദ്ദേഹത്തിന് ലാസ്റ്റ് ഭയങ്കരമായിട്ട് ഫിക്സ് ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന് മെഡിക്കൽ എടുത്തോണ്ട് പോകാൻ വേണ്ടി തുടങ്ങുക. ഇത് ഫൈനൽ നാക്കൊക്കെ ഇങ്ങനെ കടിച്ചങ്ങ് മുറിക്കും. അപ്പൊ ഇതൊരു പൈശാചിക ശക്തിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ നാക്കൊക്കെ ഇങ്ങനെ കടിച്ചു മുറിച്ച് വല്ലാത്തൊരു ദേഹമൊക്കെ ഇങ്ങനെ അള്ളി മാന്തി ഒരു വല്ലാത്ത രീതിയിൽ അങ്ങ് മാറും. ഇത് ഭയങ്കര ക്രൂരമായിട്ടുള്ള ഫിക്സ് ആയിരുന്നു. അന്ന് ആംബുലൻസ് വന്ന് ഞാൻ മെഡിക്കലോട്ട് പോകുന്നതിന് ദൈവാത്മാ പറഞ്ഞ ഒരു കാര്യം. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി, അദ്ദേഹത്തെ എടുത്തതിനകത്ത് കയറ്റം വേണം ആംബുലൻസിലോട്ട്. അപ്പൊ പെട്ടെന്ന് ദൈവാത്മാ പറഞ്ഞ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതങ്ങ് മാറും. പെട്ടെന്ന് അദ്ദേഹത്തിന് തലയിൽ വെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഒരു അത്ഭുതം ശാസ്ത്രി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോ ആ ഫിക്സ് അപ്പോഴങ്ങ് മാറി. അദ്ദേഹം ആംബുലൻസ് കയറ്റി മെഡിക്കലിൽ കൊണ്ട് തിരിച്ചു വന്നു. പക്ഷെ ഇന്ന് വരെ ഏകദേശം 1 വർഷത്തോടടുപ്പിച്ചാവുക, ഇന്ന് വരെ ആ ഫിക്സ് എന്ന് പറയുന്ന രോഗം അദ്ദേഹത്തിന് വന്നിട്ടില്ല. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, ആലയത്തിൽ കടന്ന ഒരു കുടുംബമായി അവര് സ്നാനപ്പെട്ടു. ഇന്ന് നല്ലൊരു വിശ്വാസിനായിട്ട് തുടരാൻ ദൈവം അവരെ സഹായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ദൈവം അതൊരു വേറൊരു പയ്യനെ, അപ്പൊ ഈ ഫിക്സിന്റെ ഒരു അസുഖം മാത്രമേ എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു അസുഖമില്ല. പലരും പറയുന്ന ഫിക്സ്, അയ്യോ അത് മാറത്തില്ല, അത് വേറെ രീതിയാണ്, അല്ലെങ്കിൽ വേറെ പല രോഗങ്ങൾ. പലരും പറയുന്നത് അയ്യോ ഇത് സംഭവിക്കത്തില്ല, ഇത് ചെയ്യത്തില്ല, ഇത് പറ്റത്തില്ല എന്ന് പലരും പറഞ്ഞ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിന് ഒരു രോഗവും, അത് ഇന്ന രോഗം എന്ന് പറയത്തില്ല, അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പൊ അത് രോഗം എന്തെന്ന് ചോദിച്ചിട്ടല്ല അവിടെ സൗഖ്യം. 100% രോഗം എന്താകട്ടെ അതിന് സൗഖ്യം നൽകാൻ കഴിവുള്ള ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അപ്പോ ദൈവം 100% സൗഖ്യം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്ത് രോഗമായാലും സൗഖ്യം തരാൻ ദൈവത്തിന് കഴിവുണ്ടെന്ന് ഞാൻ 100% വിശ്വസിക്കുന്ന. അങ്ങനെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. അപ്പൊ ഈ ഫിക്സിനെ കുറിച്ച് മാത്രം പറയുന്നത്, ചിലര് ഫിക്സിനെ കുറിച്ച് ചില പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ദൈവം ഇവിടെ അതും ചെയ്തു. ഇവിടെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ദൈവം ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ദൈവം വളരെ 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 അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഇനി വേറൊരു വിഷയത്തോട്ട്, ദൈവത്തിന്റെ ചില അത്ഭുത പ്രവൃത്തികളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ദൈവം പല അത്ഭുതങ്ങൾ, പല രോഗങ്ങൾ, പല രീതിയിലുള്ള രോഗങ്ങൾ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം സൗഖ്യമാക്കി പലരും ആലയത്തിൽ കടന്നു സാക്ഷി പറയുന്ന, അങ്ങനെയൊക്കെ വലിയ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഒരു ഭവനത്തിൽ കോട്ടയം ചെയ്തിരിക്കുന്നു. അത് ഒരു കോളനി, അത് അടുത്തൊരു വേറൊരു അത്ഭുതം. ഒരു കോളനിക്കകത്ത് ഞങ്ങൾ കോട്ടയം മീറ്റിങ്ങിന് പോയി. അപ്പൊ വ്യാഴാഴ്ച ഞങ്ങളുടെ കോട്ടയം മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ വ്യാഴാഴ്ച കോട്ടയം മീറ്റിംഗ് നടന്നത് ആ ഒരു ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഭയങ്കര ശക്തമായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആ ഏരിയയിൽ ഒരു വീട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കേട്ടോളൂ, ഹിന്ദു ഭവനത്തിൽ നിന്ന് ഒറ്റ വീട് രക്ഷിക്കപ്പെട്ടു. രാത്രി, അതായത് വ്യാഴാഴ്ച രാത്രി ഒരു 1:30 എനിക്കൊരു ഫോൺ കോൾ, ഭയങ്കര നിലവിളി. അപ്പൊ ഞാൻ ചെയ്യോ, അവിടെ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, അപ്പച്ചനൊക്കെ മരിച്ചോ, ആകെ ടെൻഷൻ. ഭയങ്കര നിലവിളി കേട്ട് പെട്ടെന്ന് ഞാൻ ചെന്ത പറ്റി. അപ്പൊ പാസ്റ്ററെ വീടെല്ലാം നശിച്ചു, പാസ്റ്ററെ ഞങ്ങളുടെ വീടെല്ലാം തീയത്തുക, എല്ലാം കത്തു കഴിഞ്ഞ് ഒന്നുമില്ല, ഞങ്ങളെല്ലാം കഷ്ടപ്പെടും. അയ്യോ ഞങ്ങളും ആകെ ടെൻഷനായി. ഇവിടെ ഇന്ന് രാത്രി, കഴിഞ്ഞ ദിവസം രാത്രി പോയി അങ്ങോട്ട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, അതിനിപ്പോ വീട് കത്തുക എന്ന് പറഞ്ഞ കാര്യം ആ നാട്ടുകാരെന്തോ പറയും.
ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഓടി വാസേ. ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് ആ കിട്ടിയവരെയൊക്കെ വിളിച്ച് ഞങ്ങൾ അവിടെ പോയപ്പോ ഉണ്ടല്ലോ, ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം ഞാൻ പറയുക, ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം പറയുക. തൊട്ടടുത്ത വീടുകളെല്ലാം കത്തി. ഒരു 8-9 വീടുകൾ നിരയായിട്ട് ഇങ്ങനെ കത്തി. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥന നടത്തിയ വീടിന്റെ അവരുടെ അടുക്കള ഭാഗം ആദ്യം തുടങ്ങുന്നത്. അടുക്കള, പിന്നെ ഇപ്പുറത്തോട്ട് ഹാളും റൂമും അങ്ങനെയൊക്കെ എല്ലാം ചട്ടായി വീടുകളാണ്. പക്ഷെ അവിടെ എത്തിയപ്പോ സ്വർഗീയ ദൂതന്മാർ നിന്ന് തടഞ്ഞതുപോലെ ആൾക്കാർ ഇങ്ങനെ ആരോ നിന്ന് അവിടെ വെള്ളം ഒഴിച്ച് അതെല്ലാം തണുപ്പിച്ച് ഇങ്ങനെ കളഞ്ഞതുപോലെ അവിടെ എത്തിയപ്പോ അതിനകത്ത് അവരുടെ വീട്ടിനകത്ത് 4 സിലിണ്ടർ ഇരിക്കുക. 4 സിലിണ്ടർ അപ്പുറത്തെ ചൂട് കൊണ്ട് പഴുത്ത് ചൊവ്വായി നല്ല രീതിയിൽ ചുമന്നപ്പോ ആർക്കോ പെട്ടെന്ന് ഒരു ഇതുണ്ടായിട്ട് ആരാണ്ട് വന്നൊരു തുണി വെച്ചിട്ട് ഈ സിലിണ്ടറെല്ലാം കൂടെ എടുത്ത് വെളിയിൽ കൊണ്ടാക്കാം. ദൈവത്തിന്റെ അത്ഭുതം കേട്ടോണം. ഈ പ്രാർത്ഥന നടന്ന വീട്ടിനകത്ത് ഒരല്പം പോലും കത്താതെ ആ വീടിന്റെ ദൈവം സൂക്ഷിച്ചു. അവിടെ മുതല് ഇപ്പുറത്തോട്ടുള്ള എല്ലാ വീടുകളും രക്ഷപ്പെട്ടു. അതിന്റെ അപ്പുറത്തോട്ടുള്ള വീടുകളെല്ലാം കത്തി നശിച്ചു. അപ്പൊ കത്തി നശിച്ചത് കൊണ്ട് ഞാന് അതൊരു പ്രൗഡായിട്ട് പറയല്ല. പക്ഷെ നിന്റെ ദൈവം നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാരെ അയക്കുമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ദൈവം അങ്ങനെ തന്നെ ചെയ്യും പാസ്റ്ററെ. ആ ഒരു വിഷയം പറയാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞു വന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയത്, ആ വീടിനെ സ്വർഗീയ ദൂതന്മാരുടെ കരങ്ങളിൽ കൊടുത്ത് സുരക്ഷിതമാക്കിയിട്ട് പോയതാന്ന് രാത്രി. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കേട്ടൊരു ദൈവം സ്വർഗീയ ദൂതൻ, നമ്മൾ പലപ്പോഴും വെറുതെ നമ്മൾ പ്രാർത്ഥിക്കാറില്ല പാസ്റ്ററെ, ഈ വീടിന്റെ 4 വശം സ്വർഗീയ ദൂതന്മാർ കാവലാകട്ടെ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്വർഗദൂതന്മാർ. അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അന്ന് രാത്രി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇതിന്റെ 4 വശം സ്വർഗീയ ദൂതന്മാർ കാവലാകട്ടെന്ന്. പക്ഷെ ആ കാവലായിട്ട് നിൽക്കുന്നത് നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് വന്നത് അത് വെറുതെയല്ല, അത് കാവലാണ്. അതങ്ങനെ അങ്ങ് സംഭവിക്കുക. അത് ആ ഒരു വിഷയം. കാവലായിട്ട് നിൽക്കുന്ന സ്വർഗദൂതന്മാര് അവിടെ നിന്ന് ഈ ഗോലിയടിക്കുകയല്ല, അവര് സുരക്ഷിതപ്പെടുത്തുക. അവര് നമ്മളെ എന്ന് പറഞ്ഞാൽ അത് നമ്മള് വിശ്വാസത്തോടെ പലതും പറയത്തില്ല. അപ്പൊ പറയാതെ വരുമ്പോഴേ ഈ സംഭവം ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ദൈവം അത്ഭുതം ചെയ്യാനായിട്ടില്ല. ഒരു രാത്രിയിലത്ത് വേറൊരു സംഭവം കൂടെ പറയാം. ഒരു രാത്രി ഞങ്ങള് വനത്തിനകത്തൂടെ വണ്ടി ഓടിച്ചില്ല, വേറെ ഞങ്ങളൊരു വിശ്വാസിയുടെ ബൈക്കാണ്, കുറച്ച് ദിവസത്തിന് മുമ്പ്. അപ്പൊ ഞങ്ങള് രാത്രി ഇവിടുന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് ഏകദേശം ഇവിടുന്ന് 4.5 മണിക്കൂർ ബൈക്കിൽ യാത്രയാണ്. അങ്ങനെ ഞങ്ങൾ 4.5 മണിക്കൂർ അങ്ങോട്ട് യാത്ര ചെയ്തു, തിരിച്ചതുപോലെ 4.5 മണിക്കൂർ യാത്ര ചെയ്യുന്നു. അപ്പൊ 4.5 മണിക്കൂർ ഇവിടെ ഞങ്ങൾ 11 ഞങ്ങൾ ആരാധന കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് പോകുന്നു, തിരിച്ചതുപോലെ വരും. അപ്പൊ ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ബസ്സൊന്നും കാണത്തില്ല, ബസ്സോ വാഹനങ്ങളൊന്നും കാണത്തില്ല, ഫുൾ എല്ലാം നശിച്ചു. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ വരുന്ന, അതായത് 3-4 മണി നമ്മൾ ഇവിടെ വരുന്ന ഒരു ബസ്, ഞങ്ങൾ ഈ എത്തേണ്ട ഒരു ബസ് രാവിലെ 4 മണിക്ക് പോണ്ടവർ എടുത്തിട്ട് തിരിച്ച് രാത്രി 4:30 വൈകിട്ട് 4:30 ഇവിടെ എത്തേണ്ട ഒരു ബസ്സാണ്. അപ്പൊ ആ ബസ് വഴിയിൽ കംപ്ലൈന്റ് ആയിട്ട് കിടക്കും. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു പോയി, അയ്യോ ഈ ബസ് വൈകിട്ട് 4:30 ഇവിടെ എത്തേണ്ടതാണ്, ഈ ബസ്സിന് എപ്പോ എത്തും? ആകെ ടെൻഷനാണ്, ഞങ്ങൾ ടെൻഷനിലാണ്. അപ്പൊ അങ്ങോട്ട് പോവാം. തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബസ് തിരിച്ച് മടങ്ങി വരുന്ന സമയത്തും ഈ ബസ് അവിടെ തന്നെ കിടപ്പുണ്ട്. ഈ ബസ് അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തറിയോ, വീണ്ടും ഞങ്ങൾ ഇത് തന്നെ പറയുന്നു, അയ്യോ ഈ ബസ്സിലെ ആൾക്കാരൊക്കെ ഇനി എപ്പോഴാ ഒന്ന് മടങ്ങി പോവാ, ഈ ബസ്സിലെ ആൾക്കാർ ഇനി എപ്പോ പോകും? ആകെപ്പാടെ ഒരു ടെൻഷനാണ്, ഇവർക്ക് ഇനി മടങ്ങി ഭവനത്തിൽ പോകണമല്ലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക രാത്രി വാഹനത്തിലൂടെ. അപ്പൊ ഈ ഒരു ബസ് മാത്രമേ ഇനി വരാൻ, അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ സ്വന്തമായിട്ട് പറയുക, അയ്യോ ഇനി എപ്പോഴാ ഈ ബസ്സിലെ ആൾക്കാർ വീടെത്തുക? അപ്പൊ തന്നെ രാത്രി 8 മണി ആകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തിരിച്ച് മടങ്ങി വരുന്നു. മടങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ വന്ന വഴി, അപ്പൊ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോ വന്ന വഴിയില് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ്. ഞങ്ങൾ വന്ന ബൈക്ക് വനത്തില്, അത് എന്തുകൊണ്ടാണ് ആക്സിഡന്റ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം ബൈക്ക് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഓടിച്ചു വരിക, രാത്രിയാണ്, വലിയ സ്പീഡ് പോകണമെന്നില്ല, വനമാണ്, ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മാന്യമായിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് ഞാൻ വൈഫുണ്ട്, ഞങ്ങൾ ഇങ്ങനെ കാര്യം കഴിഞ്ഞ് മടങ്ങി ഞാൻ തിരിച്ചു വരുന്ന സമയം നല്ല ഇരുട്ടി. അപ്പൊ ഞങ്ങൾ വന്ന വഴിയില് വെറുതെ ഇങ്ങനെ വന്ന വണ്ടി സെക്കൻഡ് ഇട്ട് വണ്ടി അതൊരു സ്ഥലത്ത് ചെറിയ കൺട്രോൾ വന്നു, അവിടെ ഇങ്ങനെ സെക്കൻഡ് ഇട്ടിട്ട് പതിയെ വണ്ടി ഇങ്ങനെ എടുക്കുന്നു, വണ്ടി ചരിഞ്ഞ് വേറെ വശത്തോട്ടാണ് പോകും. അതിന്റെ ഫ്രണ്ട് കോണെങ്ങാണ്ട് ഒഴിഞ്ഞെന്ന് പറയുന്നു. കോൺ ഒഴിഞ്ഞ്
ഞങ്ങൾ ഇവിടെ വന്നു. പെട്ടെന്ന് ബൈക്ക് ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് മറിഞ്ഞു വീഴും. മറിഞ്ഞു വീഴുന്ന കോണങ്ങാട് ഒഴിഞ്ഞെന്ന് പറയുന്നത് ഞങ്ങൾ മറിഞ്ഞു വീഴും. രണ്ടുപേർക്കും മുറിവുകളായി, ശരീരം മൊത്തം മുറിവായി. അപ്പൊ ഈ രാത്രിയില് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാരണവശാലും ഒരു വാഹനം വന്ന് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവിടെ കൂടെ ഒരു വാഹനം യാത്ര ചെയ്തിട്ട് അവിടെ നെറ്റ്വർക്ക് രാത്രിയിൽ നെറ്റ്വർക്ക് ഒന്നും കിട്ടത്തില്ല. ഞങ്ങളുടെ വാഹനത്തിന്റെ പെട്ടെന്ന് ഈ വാഹനം മറിഞ്ഞു വീണിട്ട് അതിന്റെ ബൈക്കിന്റെ ഓയിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ കിടക്കുക. ഞങ്ങൾ രണ്ടുപേരും ദേഹം മൊത്തം ബ്ലഡായി. ഞങ്ങൾ കുടിക്കാൻ ഒരു വെള്ളം പോലില്ല, കാട്ടിനകത്ത്. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ എണീറ്റ് ബൈക്കിന്റെ വല്ല വിധനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കി വെച്ചു അതിനൊരു സൈഡിലോട്ടാക്കി. ബൈക്കൊന്നും എല്ലാം ഇങ്ങനെ വളർന്നു പോയി. അത് വല്ലാത്ത രീതിയിലായി. അപ്പൊ അതുകൊണ്ട് ബൈക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വല്ലാത്ത കണ്ടീഷനിൽ. അപ്പൊ അത് കഴിഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോ കാണാം ഈ ബസ് ഞങ്ങൾ ഏത് ബസ്സാണ് നോക്കിയിട്ട് അയ്യോ ഈ ബസ്സിന് എത്ര മണിക്ക് എത്തുമെന്ന് ചോദിച്ച ആ ബസ് റിപ്പയർ ചെയ്തതിന് ശേഷം ആ ബസ് മടങ്ങി വന്നിട്ട് ഞങ്ങളെ കണ്ടിട്ടപ്പെട്ടത്. കാര്യം അവർക്കറിയാം വേറെ ഒരു വാഹനമില്ല, ഇനി വരാനൊരു വാഹനമില്ല. കാരണം ഈ ആരെങ്കിലും ഇവിടെ പെട്ട് കഴിഞ്ഞാൽ രാത്രി വരെ കൊണ്ടുപോകണമെങ്കിൽ ആരെങ്കിലും ഇതിനെ പെട്ടെന്ന് വരുവാണെങ്കിലേ ഉള്ളൂ. അപ്പൊ അവര് പെട്ടെന്ന് ഞങ്ങളെ കണ്ടിട്ട് വാഹനം നിർത്തിയിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് നിങ്ങൾ കയറി, ഞങ്ങൾ ഒത്തിരി താമസിച്ചു, നിങ്ങൾ കയറി, ഞങ്ങൾ അവിടെ എത്തിക്കാന്ന് പറഞ്ഞു. ഞങ്ങളെ രണ്ടുപേരും ആ ബസ്സിൽ കയറ്റി. അവര് 1.5 മണിക്കൂർ യാത്ര ഞങ്ങൾ താമസിക്കാൻ പോകുന്നു. ഞങ്ങളെ ആ ബസ്സിൽ കയറ്റി ഇരുത്തി. അയ്യോ ഞങ്ങളെ രക്തത്തോട് തന്നെ ആ ബസ്സിൽ കയറി. ഞങ്ങളെ വസ്ത്രം എന്റെ വസ്ത്രം ഒത്തിരി കീറിപ്പോയി. അപ്പൊ എന്നാലും ആ ബസ്സിൽ കയറിയിരുന്നു ഞങ്ങളെ അവർ സുരക്ഷിതമായിട്ട് ഞങ്ങള് താമസിക്കുന്ന സ്ഥലം വരെ എത്തിക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നും അവിടെ സുരക്ഷിതമാക്കണമെന്നും. അപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിക്കോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ വന്നത്, ആക്സിഡന്റ് ഉണ്ടായി. പക്ഷെ അതല്ല സംഭവിച്ചത്. അങ്ങനെ ഉണ്ടാകുന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നിരിക്കാം, അത് ആയിരിക്കാം. പക്ഷെ അവിടെയും സൂക്ഷിച്ച് കൃത്യമായിട്ട് വനത്തിനകത്തുനിന്ന് മടക്കി കൊണ്ടുവന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി അത്ഭുതങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുക. കാര്യം നെറ്റ്വർക്കിലേക്ക് ഒത്തിരി ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത ഒരു ദൈവമുണ്ട്. ഒരു കാരണവശാലും അവിശ്വസിക്കാതിരിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു കാരണവശാലും കർത്താവ് കാക്ക അയക്കുന്നത് 100% കാക്ക അയച്ചിരിക്കും. കർത്താവ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ചോദിക്കുന്നതിന് നിറയ്ക്കുന്നതിന് അത്യന്തപരമായിട്ട് ദൈവം ചെയ്താമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ചോദിക്കുന്നതിന് നിറയ്ക്കുന്ന അത്യന്തപരമായിട്ട് ദൈവം ചെയ്താമെന്ന് വാഗ്ദത്തം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ദൈവം അങ്ങനെ തന്നെ ചെയ്തിരിക്കും. ഞാനത് 100% വിശ്വസിക്കുന്നു. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നത് കൊണ്ട്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ അധികവും ചെയ്യും. അപ്പൊ ഞാൻ 100% വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ചെയ്തതിന്റെ ബാലൻസ് കാര്യങ്ങൾ ഈ നൂറ്റാണ്ടിൽ ചെയ്യാതെ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പലതും ചെയ്തു. ഒരുപാട് രോഗികളെ സൗഖ്യമാക്കി, ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് കർത്താവിന്റെ സ്ഥാനത്ത്, അതേ യേശുക്രിസ്തുവിന്റെ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പ്രവൃത്തി പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്, പിതാവ് പറഞ്ഞ കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതേ രീതിയിൽ നമ്മുടെ ഭക്തനായ യേശുക്രിസ്തുവിന്റെ ആ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 100% ആ കാര്യം നമുക്ക് ചെയ്തേ പറ്റും. അത് ദൈവദാസന്മാരാകട്ടെ, എന്നെ കേൾക്കുന്ന വിശ്വാസിജനമാകട്ടെ, പ്രേക്ഷകർ ആരുമാകട്ടെ, നമ്മളെല്ലാവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ദൈവം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ചെയ്ത അതേ കാര്യം ചെയ്യാറ്. അതിലധികവും ഞാൻ പലപ്പോഴും ആ വാക്കുകൾ ഞാൻ ഒത്തിരി ദൈവത്തിൽ സന്തോഷിക്കട്ടെ. കാര്യം അധികം ചെയ്യാൻ നമ്മളെ വിളിച്ചൊരു ദൈവം. അപ്പൊ സത്യസന്ധമായിട്ട് ഞാൻ അധികം അതിലൊരു ഓണം പോലും നമ്മളെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ദയവായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വരുന്ന വർഷം, അതായത് ഞാനിപ്പോ 2025 കഴിഞ്ഞിട്ട് 26ന്റെ കാര്യം പറയാൻ പോകും. 26 ഞങ്ങൾക്ക് ഇത്തിരി പ്ലാനുകളുണ്ട്. അതായത് ഇവിടെ ഏകദേശം 84 ഗ്രാമങ്ങൾ ഇവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊക്കെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ച 73 ഗ്രാമങ്ങളുണ്ട്. ഒരു കണക്കിലൊക്കെ കൂടെയുള്ള 84 ഗ്രാമങ്ങൾ ഇതിനകത്തുണ്ട്. അതല്ലാതെ തന്നെ കാട്ടിനകത്ത് ഇതുവരെയും അറിയാത്ത ആൾക്കാർ, ഒത്തിരി ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ താമസമുണ്ട്. റേഷൻ കാർഡോ ഒരു കാര്യങ്ങളും ഇല്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പലരും മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ട് കിടക്കുന്ന പഠിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കാൻ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനാണ് അവർ പറയുന്നത്? ഈ വളരെ രസകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങള് ഒരു 14 വയസ്സായപ്പോൾ ഞാൻ പഠിക്കുന്ന നമ്മുടെ ഹോസ്റ്റലിൽ പഠിച്ചു. ഹോസ്റ്റലിൽ പെട്ട് താമസിച്ചില്ല സംഭവം. അവർക്ക് ഹോസ്റ്റലിൽ നിന്ന് സ്കൂൾ വരെ പോകാൻ 10 രൂപ ബസ്സിൽ. അപ്പൊ 20 രൂപ നോട്ട് കൊടുത്തു. പക്ഷെ ഈ കുഞ്ഞിന് 20 രൂപയും 10 രൂപയാണ് തിരിച്ചറിയുന്നത്. വയസ്സ് 14.
അപ്പൊ അവിടുത്തെ സ്ഥിതികൾ നമ്മളൊന്ന് ആലോചിക്കുക. അപ്പൊ ഇതിങ്ങനെ ഗ്രാമപ്രദേശങ്ങളുടെ സ്ഥിതികൾ, ഇത് സിറ്റിയിലെ കാര്യമാണോ? അല്ല. പക്ഷെ അനേക ഗ്രാമങ്ങളിൽ വനത്തിനകത്ത് 10 നോട്ട് കാണാത്ത ആൾക്കാരുണ്ട്, 20 നോട്ട് കാണാത്ത ആൾക്കാരുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാത്ത ആൾക്കാർ ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ആഗ്രഹം, നമ്മുടെ അടുത്ത വർഷങ്ങളിൽ എല്ലാ ഗ്രാമങ്ങളിലും, കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തിൽ കരഞ്ഞ ഒരു വിഷയം നിങ്ങളോട് പറയും. ഞങ്ങളിവിടെ താമസിക്കുന്ന 16 വർഷം. അപ്പൊ നിങ്ങൾ ഇതിലും പലരും പ്രേക്ഷകർ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത, ഇത്രയും കാലമായിട്ട് പലതും ചെയ്യാറുണ്ട്, നമ്മൾ കഴിവുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പരാജിതനാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങള് ഒരു പെൺകുട്ടിയെ കാണും. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പശ്ചിം സാഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, കുറച്ചുകൂടെ ഇച്ചിരി ദൂരം ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഗ്രാമത്തിൽ കണ്ടിട്ട് ആ കുട്ടിയുടെ വന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ യേശുക്രിസ്തു പറയുന്ന സമയത്ത് ആ കുട്ടി ഇതുവരെ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. 12th പഠിച്ച ഒരു കുഞ്ഞാ, 12th പഠിച്ച് നല്ല രീതിയിൽ മാർക്ക്, 10th കഴിഞ്ഞ് 12th പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാ, അവള് നല്ല മാർക്ക് 12th മേടിച്ചൊരു കുഞ്ഞാ, അവൾ ഇതുവരെ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത് കരഞ്ഞുപോയി. കാരണം വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചൊരു വിഷയം, ഇവിടെ വാഹനങ്ങൾ എത്തത്തക്ക രീതിയിൽ പോലുമുള്ള ഗ്രാമങ്ങളിൽ പോലും യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാർ താമസിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചൊരു കാര്യം, ഗ്രാമങ്ങളുടെ അകത്ത്, വനത്തിനകത്ത്, ഐലൻഡുകളുടെ അകത്ത് താമസിക്കുന്ന പലരും ഇന്നും യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അടുത്തൊരു വർഷം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലാൻ, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കപ്പെട്ട 84 ഗ്രാമങ്ങളും ഏത് രീതിയിലാണ് പോകുമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചിലപ്പോൾ മനസ്സിനകത്തുള്ള 2, 3, 4 മണിക്കൂർ നടക്കേണ്ടതായിട്ട് വരും. ഒരു വഴിക്ക് പോകേണ്ടി മാത്രം, ഒരു ഏരിയയിലേക്ക് പോകേണ്ടതായിട്ട് മാത്രം. ചില സമയം ഗ്രാമം കിട്ടാം, ചില സമയം ഗ്രാമം കിട്ടാതെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ 3-4 മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ട ഗ്രാമങ്ങളുണ്ട് നടന്ന്. പിന്നെ അത് മാത്രമല്ല, വള്ളത്തിൽ പോകേണ്ട ഗ്രാമങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ വള്ളത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5000-ഓ 6000 രൂപയൊക്കെ അവർ ചാർജ് ചെയ്യുന്നത് ഒരു ദിവസം നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ദയവായി ഞാൻ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് ഒരൊറ്റ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ വിഷയത്തിൽ ഞാൻ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ 34 ഐലൻഡുകളുണ്ട്, അതായത് അറിയപ്പെടുന്ന 34 ഐലൻഡുകളുണ്ട് ആൾ താമസമുള്ളത്. അവിടെ എല്ലാം ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ, പല സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ചെറിയതുണ്ടെങ്കിലും നമുക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ആ സ്ഥലങ്ങളിലും ഉണ്ടാകുകയാണ്. അപ്പൊ നിങ്ങളെല്ലാ വിഷയവും ഓർത്ത് പ്രാർത്ഥിക്കും. ഇവിടെ മധ്യത്തിൽ മയക്കുമരുന്നിൽ കഴിവപ്പെട്ട് കിടക്കുന്ന ജനതയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചെറുപ്രായത്തിലെ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചു കിടന്ന, മദ്യം ഉപയോഗിച്ചു കിടന്ന ഈ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഇവിടുത്തെ കാര്യങ്ങള്. ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു ആൾക്കാരുടെ ഒരു സമൂഹത്തെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ദയവായി നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളെ ഈ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രവർത്തനങ്ങൾ വലിയ ദുഷ്കരമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. നാട്ടിലൊക്കെ താമസിക്കുന്ന ദിവസങ്ങളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും ദൈവമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. പല സ്ഥലങ്ങളും പുറത്തേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവ ഈ ദിവസങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നു, സഭയെ വളർത്തുന്നു. ആർക്കെങ്കിലും ഈ സാക്ഷ്യങ്ങൾ പകരുണ്ടായാൽ അത് ദൈവനാമത്തിനായി തീരട്ടെ എന്ന് വീണ്ടും ആഗ്രഹിക്കുന്ന ദയവായി ഞങ്ങളെ വിളിക്കുക, ഞങ്ങളോട് സംസാരിക്കുക. നിങ്ങളുടെ സംസാരങ്ങൾ നമുക്ക് ഒത്തിരി സന്തോഷത്തിൽ, ഒരു വിശ്വാസത്തിന്റെ വാക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ ഒന്ന് ഡൗൺ ആയിരിക്കുമ്പോൾ നടത്തുന്നത്. അപ്പൊ ദയവായി ഞങ്ങൾ വിളിക്കാനൊക്കെ ശ്രമിക്കുക. ദൈവം അനുഗ്രഹിക്കുന്ന ശേഷം കർത്താവിന്റെ ശ്രേഷ്ഠദാസനും ദാസിക്കുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ അവസരം തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇന്ന് പകലിൽ ശ്രദ്ധിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ ആൻഡമാന പ്രദേശത്ത് ദൈവം കർത്താവദാസനെ പിന്നെയും ഉപയോഗിച്ചതിന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങളെ ദൈവം കൊടുത്ത് ആ പട്ടണത്തിൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഭക്തരോട് കേൾപ്പിച്ച നല്ല സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, അനേകർക്കിത് പ്രയോജനമായി തീരുവാൻ സ്വർഗം സഹായിക്കണം. തന്റെ ദാസന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം, മാനിക്കണം. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ 2026 ദൈവത്തിന് വചനം കടന്നില്ലാത്ത അനേക ഗ്രാമങ്ങളിൽ കടന്നുപോയി ദൈവത്തിന്റെ വചനവും അതേ സഭകൾ സ്ഥാപിക്കുവാനും ദൈവം തന്റെ ദാസനെ, തന്റെ ഭൃത്തിനെ ഒരുക്കണം. പട്ടണത്തിൽ ആ ദേശങ്ങളിൽ ദൈവം ഉപയോഗിക്കണം. ദൈവകരങ്ങളിൽ ഭൃത്തിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ദൈവം കേൾക്കുന്നതാണ്. ആമേൻ.